ജീവിതങ്ങളിലൂടെ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ ബന്ധങ്ങളിലോട്ട് അങ്ങേ സ്വാഗതം ചെയ്യുന്നപ്പ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ വചനം മാറാത്ത വചനമാകിയാൽ നന്ദി പറയുന്നു കർത്താവെ. ഇനി ഞങ്ങൾക്ക് ശാപത്തിന്റെ മുകളിൽ, പാപത്തിന്റെ മുകളിൽ ജയമുണ്ട്. എന്തെന്നാൽ കർത്താവെ, എനിക്ക് പകരക്കാരനായ ഒരുവൻ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേൽച്ചു. അവിടുന്ന് എൻ്റെ ശാപങ്ങളെ എടുത്ത് മാറ്റി, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ പാപങ്ങളെ എടുത്ത് മാറ്റി. ഇന്ന് ഞാൻ എവിടെയും എല്ലായിടത്തും ജയാളിയാണ്. ഓ, ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷ
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അതിലും പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം. അതുകൊണ്ട് ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമോ ഒഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമോ ഒഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയിൽ പിടിച്ചെടുത്തു. പാപത്താൽ
അങ്ങയുടെ മക്കൾ ഒരുമിച്ച് കൂടി വരികയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ മനസ്സും അവിടുത്തെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് ഗ്രഹിച്ചറിയേണ്ടതിന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. കർത്താവേ, എല്ലാവരും യേശുവിന്റെ നാമത്തിലാണ് കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ഹൃദയങ്ങളിൽ ശാന്തമായി തീരുവാൻ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, ഭാരത്താലും ആകുല ചിന്തകളാലും ജോലി ഭാരത്തിലൊക്കെ ബുദ്ധിമുട്ടി കടന്നു വന്ന മക്കളെ ഞങ്ങളെല്ലാവരും എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുവാൻ, നല്ല നിലത്തിൽ വന്ന് വീഴുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് യാചിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള ഒരു വലിയ ക്ലാസ് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചത്. നമ്മൾ സമയത്തെക്കുറിച്ച് ഏതാണ്ട് കണ്ടു. ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ തന്നെ ആദിക്ക് മുമ്പ് അനാദിയുണ്ടെന്നും ഈ ഭൂമിയിലെ പ്രൊജക്റ്റ് അവസാനിക്കുമ്പോൾ ആദിയും അന്തമായിരിക്കുന്നവെന്ന് പറയുമ്പോൾ അന്തത്തിനപ്പുറം ഒരു അനന്തമുണ്ടെന്നും അല്ലെങ്കിൽ അനന്തതയുണ്ടെന്നും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായി പഠിച്ചു കഴിഞ്ഞതാണ്. ഒട്ടനവധി കാര്യങ്ങൾ ദൈവം നിത്യനാണെന്നും മനുഷ്യൻ നിത്യനാണെന്നും പിശാചുക്കൾ നിത്യനാണെന്നും നമ്മൾ കണ്ടായിരുന്നു. അതിനെക്കുറിച്ചും അതിനുശേഷം ദൈവത്തോടുള്ള നിത്യതയാണ് പകൽ മാത്രമെന്ന് നമ്മൾ കണ്ടായിരുന്നു. പിശാചുക്കളോടുള്ള നമ്മുടെ നിത്യതയാണ് ഇരുട്ട് ആയിരിക്കുന്ന നരകം എന്നും കഴിഞ്ഞ ആളുകളിലൊക്കെ നമ്മൾ നേരത്തെ മുന്നോട്ട് പഠിച്ചതാണ്. ദൈവം തൻ്റെ പ്രൊജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുന്നു. എന്താ ഹിതം? നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരണം. ഇതാണ് ഈ ബൈബിളിലെ കോർ. ശരിക്കും പറഞ്ഞ മറ്റൊന്നും ഇതിനകത്തില്ല. ദൈവം നമ്മെ അവൻ്റെ മക്കളായി വിളിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ചിതറിപ്പോയ ആദാമിൻ്റെ മക്കളാണ്. പക്ഷേ ഇന്ന് ക്രിസ്തുവിലൂടെ നമ്മൾ വിളിച്ചെങ്കിലും നമ്മെ ഈ ലോകത്തിൽ നിന്നൊക്കെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ ലോകത്തെ മാറ്റി, ജഡയിച്ചുകളെ മാറ്റി നമ്മളെ ദൈവപുത്രന്മാരാക്കി ദൈവം പണിതുകൊണ്ടിരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും. ഇങ്ങനെയാ മനുഷ്യപുത്രന്മാരെ അവൻ ദൈവപുത്രന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ആയുസ്സിൽ. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം. നമ്മളായിരിക്കുന്ന സഭാജീവിതം അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴും എടുക്കും, നമുക്ക് പഠിച്ചോളാം. അപ്പോൾ ഈ ഒരു കാര്യം ഇത് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. മീൻസ് അവൻ്റെ സ്വർഗീയ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എർത്തിലി ഫാമിലിയിൽ, ഈ ഭൂമിയിലെ കുടുംബത്തിൽ നിന്ന് നമ്മെ സ്വർഗീയ കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്നു. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു വലിയ ടോപ്പിക്കാണ്. എഫെസ്യ ലൈനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളെ ദത്തെടുത്ത് പുത്രന്മാരാക്കിയിരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ആ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാക്കിലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. നമ്മളെ കാത്തൊരു സ്വർഗീയ പിതാവിരിക്കുന്നു, അല്ലേ? അവിടെ കാത്തിരിക്കുന്നു. നമ്മളും അപ്പനടുക്കിലേക്ക് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ ഏത് നിമിഷം ഈ മൺകൂടാരം വന്ന് പൊട്ടിച്ച ശേഷം നമുക്ക് കടന്നു പോകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇതിന് ശേഷമാണ് നമ്മൾ ദൈവം തൻ്റെ പ്ലാനും പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ട് തൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. ദൈവം ആദ്യം എന്താ സൃഷ്ടിച്ചത്? ദൂതന്മാരെ സൃഷ്ടിച്ചു, അല്ലേ? ദൈവം ആദ്യം ദൂതന്മാരെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാ? ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർക്കും സേവ ചെയ്യാൻ വേണ്ടി. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? അതിനുശേഷം കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ ദൈവം സൃഷ്ടിച്ചു. അതൊക്കെ നമ്മൾ അല്പമായി ചിന്തിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അല്ലേ? എണ്ണാൻ പറ്റത്തില്ല, അത്രമാത്രം. അതുപോലെ ഭൂമിയിൽ അബ്രഹാമിൻ്റെ മക്കൾ പെരുകും, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മക്കൾ നമ്മൾ പെരുകും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും പേരിട്ടതാണ്. കാർത്തികയെന്നും രോഹിണിയെന്നും മകരെന്നൊക്കെ പേരിട്ട് ദൈവം വിളിച്ചത്. അതുപോലെ ഭൂമിയിലെ അബ്രഹാമിൻ്റെ സന്തതി, അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മൾ ആ അബ്രഹാമിൻ്റെ സന്തതിയായ, അല്ലേ, നമ്മളെയൊക്കെ ആ യേശുവിൻ്റെ മക്കളായി വിളിച്ചിരിക്കുക. അതുപോലെ നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, അത്ര എണ്ണാൻ കഴിയത്തില്ല. അത്രക്കധികം വിശ്വാസികളായ മക്കൾ നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ജാതീയ ലോകം അതിന് തിരിച്ച് ആ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പിറക്കുന്ന മക്കൾക്ക് വേണ്ടി നക്ഷത്രം ജ്യോതിഷം മാറ്റിക്കളഞ്ഞത്, അവരുടെ വ്യത്യാസം വന്നത് ഒക്കെ ഞാൻ വിടുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാ. എന്നിട്ടാണ് ശൂന്യതയിൽ ദൈവം നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിൽ ഒരു ഭൂമിക്ക് വൃത്തം വരച്ചത്, അല്ലേ? 23.5 ഡിഗ്രി ലഭിച്ച ഭൂമിയെ ചരിച്ചു നിർത്തി. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിയാൽ ഭൂമിയില്ല. പിന്നെ 23.5 ഡിഗ്രി കൃത്യമായി ചരിച്ചു വെച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അല്പമായി അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആ സമയത്ത് പ്രഭാത നക്ഷത്രങ്ങളായ ദൂതന്മാരെ കാർത്തു ഘോഷിച്ചു. അത് കാരണം അവർക്ക് ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവത്തിനെയും ദൈവത്തിൻ്റെ മക്കളെയും സേവ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് അവർക്ക്
ദൂതന്മാർക്ക് വേല കിട്ടി, ജോലി കിട്ടിയതുകൊണ്ട് അവർ ഭൂമിക്ക് വൃത്തം വരക്കുമ്പോൾ ആർത്ത് ഘോഷിച്ചു എന്ന് നമുക്ക് കണ്ടായിരുന്നു. അതിനുശേഷം ആ ഭൂമിയിലേക്ക്, പുരാതന ഭൂമി, ഉൽപ്പത്തി ദൈവം പറഞ്ഞു, ഒന്നിൽ ഒന്ന് ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പുരാതന ഭൂമിയിലേക്ക് ദൈവവും ദൈവത്തിൻ്റെ ദൂതനായ, ദൈവത്തിൻ്റെ മറന്നു നിൽക്കുന്ന കെരൂബായ ആ ദൂതനും എല്ലാ ദിവസവും, എനിക്കറിയത്തില്ല ആ ദിവസം അവിടെ എപ്പോൾ ദൈവം വരുന്നുവോ അപ്പോഴൊക്കെ അവിടെ ഇറങ്ങി വരുമെന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്ന് അത്ര മനോഹരനായൊരു കെരൂബായിരുന്നു അവൻ. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം സൗന്ദര്യ സമ്പൂർണ്ണനാണ്, ജ്ഞാനസമ്പൂർണ്ണനാണ്, ശക്തിയിൽ പൂർണ്ണനാണ് അല്ലേ. അവനെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. അതുകൊണ്ട് ജ്ഞാനിയോടുകൂടി നടന്നാൽ ജ്ഞാനിയായി തീരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തത്വപ്രകാരം അവനോടുകൂടി, ദൈവത്തോടുകൂടി ഈ കെരൂബ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് സൗന്ദര്യം വർദ്ധിക്കാൻ തുടങ്ങി, ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങി. അത് നിമിത്തം അവന് നിഗളം വന്നു. ദൈവം അവനെയും സ്വർഗത്തിൽ 3 കൂട്ടം ശ്രേഷ്ഠ ദൂതന്മാരിൽ ആ കെരൂബായിരിക്കുന്നവനെയും 100 ഭാഗം ദൂതന്മാരെയും ചവിട്ടി താഴേക്ക് ഭൂമിയിലേക്ക് വിട്ടു. അതാണ് 33 കോടി ദൈവങ്ങളെന്ന് ഭൂമിയിലായിരിക്കുന്ന ലോകം പറയുന്ന ദൈവങ്ങൾ. 33 കോടി ദൈവങ്ങൾ അവരാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടായിരുന്നു. ഓക്കെ, അത് ഒട്ടനവധി കാര്യം കണ്ടു. പിന്നെ പിശാചുക്കളെ എന്തിനു വേണ്ടി? അവർ പരിപൂർണമായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് ദൈവത്തിന് അവരെ മെനയുവാൻ, വീണ്ടും പണിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വേണ്ടി നരകത്തെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, നമ്മൾ അതിനുശേഷം നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. 7000 വർഷത്തെ പ്രൊജക്റ്റ് കുറിച്ച് നമ്മൾ അല്പമായി പണ്ട് പഠിച്ചതാണ്. എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ചായിരുന്നു. നമ്മൾ വീണ്ടും ദൈവം ഭൂമിയിൽ തൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചു അല്ലേ. എല്ലാ അനാദിനിത്യതയിൽ, അനാദിയിൽ ദൈവം എല്ലാം പൂർത്തിയാക്കിയ ശേഷം ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു ആ ഭൂമിക്കകത്തല്ലേ. ഭൂമിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി നമ്മൾ കണ്ടായിരുന്നു. ആ മനുഷ്യന് മുമ്പിൽ 3 ടൈപ്പ് മരങ്ങൾ എല്ലാം ദൈവം വെച്ചു. അത് ദൈവത്തിന് അവർക്കുള്ള പരിശോധനയായിരുന്നു. ആ മരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്, മറന്നു പോകരുത്. ഇത് ഏതും തോട്ടത്തിൽ വെച്ച മാത്രമല്ലോ, ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ മുമ്പിൽ ആ 3 മരങ്ങളും സമൃദ്ധിയായി കാണാൻ കഴിയും. ഇവിടെ എന്താ പറയുക, ആപ്പിള്, മുന്തിരി, ഓറഞ്ച് ഒക്കെ തരുന്ന ഫലപ്രദമായ ഒരു ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നമുക്കിന്ന് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. KFC, തന്തൂരി, പിന്നെ ഡൊമിനിക്ക്, അല്ല സോറി, ഇത് വേറെന്താ പറയുക, ആൽഫാം, വേറൊരു അതിലുണ്ട് മറ്റേ പിസ പോലത്തെ എന്തൊക്കെയോ പേരുകളില്ല. നമുക്ക് നാക്കി അറിയത്തുള്ളൂ നമുക്ക് അതിനെക്കുറിച്ച്. എന്തുവാകട്ടെ, അത് അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് അല്ലേ. നമുക്ക് ഈ ഡോമിനോസ് നിന്നും പിസ്സ ഹട്ടിൽ നിന്ന് കഴിക്കുന്ന കാര്യം നമുക്കറിയത്തുള്ളൂ ഈ ശരീരത്തിന് വേണ്ടി. പക്ഷെ അപ്പുറത്ത് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമുണ്ട്. അത് അന്ന് ഇങ്ങനെയാണ് വെച്ചത്. പക്ഷേ അത് ഇന്ന് യേശുക്രിസ്തുവാകുന്നു. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ താടിയും മൂടിയും വെച്ച വീട്ടിൽ ഉടുപ്പൊക്കെ ഇട്ട ആളല്ലേ ഞാൻ പറയുന്നത്. വെളിപ്പാട് ദിവസം 19-13 വാക്യം പറയുന്നത്, അവൻ്റെ പേരോ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമെന്നാകുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തോടു കൂടി. ആ വചനം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ജീവൻ്റെ വചനങ്ങൾ, അതാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. അന്ന് ആദം കഴിക്കേണ്ടത് ആ നടുക്കത്തെ വൃക്ഷത്തിൻ്റെ ഫലമായിരുന്നു. പിന്നെ ആപ്പിളെന്നോ ഓറഞ്ചെന്നോ എന്ത് പേരിട്ടോ എന്ത് കുഴപ്പമില്ല, അത് അനുസരണത്തിൻ്റെ ഫലമായിരുന്നു. പക്ഷേ ആദം അത് കഴിക്കാതെ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു. അത് നിമിത്തം അവൻ്റെ ദേഹിക്ക് വളർച്ച വന്നു അല്ലേ, ദേഹി സ്വതന്ത്രമായി. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്. ഇന്നും ഇതേ 3 വൃക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് മരങ്ങൾ, റോഡ് സൈഡ് കടകൾ, റോഡിന് ഇരു സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. തോട്ടത്തിലല്ല ഇപ്പം ഈ മരങ്ങൾ ഇരിക്കുന്നത് അല്ലേ, ആണോ? റോഡിൻ്റെ 2 സൈഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. KFC, ഡോമിനോസൊക്കെ ആയിട്ട് 2 സൈഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റേത് കടകളിലകത്തല്ല ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് തുറന്ന് വായിക്കുവാനുള്ള മനസ്സില്ലെങ്കിൽ ആദമിന് പറ്റിയത് തന്നെ നമുക്കും പറ്റും. അതിൽ ഒരു ദാക്ഷിണ്യം വേണ്ട. അതിൽ വേറെ എന്തൊക്കെ കേട്ടാലും രക്ഷിക്കപ്പെട്ട് നേരെ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ ഉപദേശം കുറേ കാണും. പക്ഷെ അതൊക്കെ മടയത്തരങ്ങളും മണ്ടത്തരം തിരിച്ചറിയണം. ഇന്നും അതുപോലെ തന്നെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയാൻ കഴിയും, നമ്മെ രക്ഷിച്ചെടുത്തത് ആ ഫലം, അപ്പുറത്ത് കാണുന്ന ഫലം കഴിച്ച് പാപം ചെയ്ത് ദൈവത്തെ വിട്ട് പോയതിൽ നിന്നാ ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ഇനിയും ദൈവം നമ്മളെ വിടുവിച്ച് നിർത്തിയിരിക്കുന്നത്, രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഈ നടുക്കത്തെ ഫലം പറിച്ചിടാൻ വേണ്ടിയാ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ വീഴ്ചയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുത്തിട്ട് വീണ്ടും ഏദൻ പർദീസയിൽ നിർത്തിയിരിക്കുക. ക്രിസ്തു എന്ന ഏദനിൽ, സഭയായി ഏദനിൽ.
രണ്ടും ഒന്ന് തന്നെയാണ്. സമയം കിട്ടിയാൽ നമുക്ക് അതിനെക്കുറിച്ച് എപ്പോഴും പിന്നീട് പഠിക്കാം. അത് പറിച്ചു തരാൻ വേണ്ടിയാ നടുക്കത്തെ ജീവന്റെ വൃക്ഷം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് പുസ്തകം. ഹല്ലേലൂയ. ആരുടെയും ഇനിയിപ്പോൾ ഞങ്ങളാരും പഠിപ്പിച്ചില്ല, ഞങ്ങളുടെ സഭാസ്ഥന്മാർ പഠിപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം യോഹന്നാൻ ലേഖനത്തിൽ പറയുക, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം എല്ലാത്തിലും നിങ്ങളെ പഠിപ്പിക്കും. അവിടെ പറയുന്നു, സകല സത്യത്തിലും വഴി നടത്താൻ കഴിവുള്ളവൻ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ നിങ്ങളെ സത്യത്തിൽ അല്ലേ, സകല സത്യത്തിലും, സകലം ഒന്ന് രണ്ടുമല്ല, സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ പഠിപ്പിച്ചില്ല, ഞങ്ങളെ സഭ പഠിപ്പിച്ചില്ല, ഒരു എക്സ്ക്യൂസും അവിടെ ചെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടോ നിങ്ങൾ. ഹല്ലേലൂയ. കാരണം പ്രാപിച്ചിരിക്കുന്നത് അത്യുന്നതന്റെ ആത്മാവിനെയാ, മരണത്തിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിവുള്ളവന്റെ ആത്മാവ്. ഈ റോമർ 8:11 പറയുക, 10-11 വാക്യം പറയുക, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സകല സത്യത്തിലും വഴി നടത്താൻ കഴിവുള്ളവന്റെ ആത്മാവാ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്ന് അവിടെ പോയി പറയാമെന്ന് ആരെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത് മാറ്റിവെച്ചോ, എന്നിട്ട് മര്യാദക സത്യത്തിലേക്ക് വന്നു. കാരണം പ്രാപിച്ചവൻ അകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ ജീവന്റെ വൃക്ഷത്തിലെ ഫലം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത് വായിക്കുക, പഠിക്കുക. ഇതുപോലെ ബൈബിൾ ക്ലാസ്, നല്ല ബൈബിൾ ക്ലാസ്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കേൾക്കുക. അത് നിമിത്തം നമുക്ക് എന്താ പറ്റും? ദൈവത്തിൻ്റെ ജീവൻ കിട്ടും. അതല്ല, ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം, നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ അവിടെ ദൈവം ടെസ്റ്റാണ് വെച്ചതല്ലേ, സോളിൻ്റെ ടെസ്റ്റിന് വേണ്ടിയാണ്. ദേഹി സ്വയം ദൈവത്തിൻ്റെ ആ കൽപ്പനകൾ അനുസരിക്കണമായിരുന്നു. അവിടെ അനുസരണത്തിന് തെറ്റുപറ്റിപ്പോയി. ആ നിമിത്തം ആ ഫലം കണ്ടപ്പോൾ, അതിൻ്റെ ആപ്പിൾ കണ്ടപ്പോൾ ഹവ്വ പറഞ്ഞു, തിന്നാൻ നല്ല പുളി ഉപ്പും ഒക്കെ ഉണ്ടെന്നും പിന്നെ എങ്ങനെയാ ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യമെന്ന്. അതാ നമുക്ക്, ഞാൻ ആ വാക്ക് മാത്രം എടുക്കുക. ജ്ഞാനം, ഇന്ന് ബൈബിൾ പഠിക്കുന്നത് ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്തിനാ ബൈബിൾ പഠിപ്പിക്കുന്നത്? കറക്റ്റാ. എവിടെയാ ആത്മാവിൻ്റെ സമൃദ്ധി ഇരിക്കുന്നത്? എവിടെയാ ദൈവജീവന്റെ സമൃദ്ധി ഇരിക്കുന്നത്? ഇവിടെ വന്ന് ഏതെങ്കിലും ജനറൽ കൺവെൻഷനോ എവിടെയെങ്കിലും പോയിട്ട് പിന്നെന്താ ഫയർ കോൺഫറൻസോ പവർ കോൺഫറൻസോ എൻകൗണ്ടർ കോൺഫറൻസോ കൂടുതൽ കിട്ടത്തില്ല. 5-10 ദിവസം പോയി എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും കിട്ടത്തില്ലത്. ഒരു അഭിഷേകം കിട്ടുമായിരിക്കും, ശരി തന്നെ, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ദൈവജീവൻ ഇരിക്കുന്നത് ഇതിനകത്താണ്. അത് ഫലമാണ്. ആ നടുക്കത്തെ വൃക്ഷത്തിൻ്റെ ഫലമാണത്. നിങ്ങൾ ഇന്ന് പോയിട്ട് 1 കിലോ ആപ്പിളൊക്കെ മേടിച്ച് കഴിച്ച നേരം വെളുക്കുമ്പോൾ നല്ല ഉഷാറാ. എന്താ? ആപ്പിളിനകത്ത് പ്രോട്ടീനും പിന്നെ എന്തൊക്കെയാ അല്ല, കാൽസ്യമൊക്കെ ഉണ്ട്. അത് കഴിച്ചാൽ അത് ദേഹത്തുണ്ടാകുന്നത് പോലെ തന്നെ ജീവന്റെ ഫലം കഴിച്ചാൽ ദേഹത്തല്ല ആത്മാവിലുണ്ടാകും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ 10 ഇഡ്ഡലി ഒക്കെ കഴിക്കുമ്പോൾ ഓർക്കണം, അത് കഴിച്ച് ദേഹത്തിന് നല്ല ശക്തിയാണ് നമുക്ക്. പക്ഷേ ഇച്ചിരി രാത്രി കിടക്കുമ്പോൾ സങ്കീർത്തനം 23 1 വാക്യം വായിച്ച് കിടന്നാലുണ്ടല്ലോ, ഒരു അര നുള്ളിൽ ഇഡ്ഡലി കഴിച്ചതിൻ്റെ ആരോഗ്യം നമുക്ക് ഉണ്ടാകത്തുള്ളൂ ആത്മാവിന്. അതുകൊണ്ട് മറന്നു പോകരുത്, നമ്മുടെ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം ഇത് തന്നെ സെയിം. എപ്പോഴും ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്കത്. ഇന്ന് നമ്മുടെ സഭയാണ് ഏദൻ തോട്ടം. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ ക്രിസ്തുവാണ് നമ്മുടെ ഏദൻ തോട്ടം. അവിടെയാണ് ദൈവീയ സന്തോഷവും സമാധാനമൊക്കെ അനുഭവിക്കുന്നത്. ഞാനത് വിടുകയാണ്, നമ്മുടെ വിഷയമല്ലാത്തോട് വിടുകയാണ്. അത് നിമിത്തം ദൈവം അവർ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു ജ്ഞാനം പ്രാപിക്കുവാൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവജീവൻ പഠിക്കുന്നവരും ദൈവവചനം പഠിക്കുന്നവരും വായിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി ആകരുത്, മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടി ആകരുത് ബൈബിൾ പഠിക്കേണ്ടത്. അതിനകത്തുള്ള ജീവൻ പ്രാപിക്കാൻ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് കുറേ സമയം കഴിയുമ്പോൾ നമ്മളിപ്പം വലിയ പ്രായം പക്വതയൊക്കെ ആയിക്കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ജ്ഞാനമുണ്ട്, പക്ഷേ ദൈവജീവനില്ല. നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കയ്യിൽ വേണമെന്ന് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കുപ്പിയിൽ ഒരു കുപ്പി വെള്ളമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ അകത്ത് വചനമില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. നമ്മൾ എത്ര വർഷം 25, 30, 40 വർഷമായി വിശ്വാസത്തിൽ പറഞ്ഞിട്ട് മൂപ്പാന്ന് പറഞ്ഞിട്ട് നടക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എൽഡർ അല്ലെങ്കിൽ മൂപ്പെന്ന് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മൂത്തിട്ടില്ലേ, ഇന്നും തല്ലി പഠിപ്പിച്ചതുപോലെ ആയിപ്പോയി. എന്താ പറഞ്ഞല്ലേ? അതുകൊണ്ട് ഇപ്പം എന്താ പറഞ്ഞ അല്ല, മനസ്സിൽ പറഞ്ഞായിരിക്കും അല്ലേ? എന്താ ഞാൻ നമ്മൾ ജീവന് വേണ്ടി ദാഹിക്കണം. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും യേശുക്രിസ്തു വന്നത് തന്നെ ജീവൻ തരുവാനാ. യോഹന്നാൻ 10:10 അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അടുത്ത വാക്യം, ഞാൻ വന്നതോ ജീവൻ തരുവാൻ, അതിൻ്റെ സമൃദ്ധിയിലേക്ക്. ആ സമൃദ്ധിയെ ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ. ആ കേൾക്കുന്ന വചനത്തിനകത്ത് നിങ്ങൾ ആ വീട്ടിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ആപ്പിൾ വായിലിട്ട് മുഴുങ്ങിയാൽ എനിക്ക് തോന്നണില്ല നാളെ നേരം വെളുക്കുമ്പോൾ ലൂസ് മോഷനായിട്ട് പോകുന്നത്. അത് കടിച്ച് ചവച്ച് അതിനെ നീരും സത്തും കാൽസ്യം പ്രോട്ടീനൊക്കെ വലിച്ചിറക്കി കഴിയുമ്പോഴാണ് ആരോഗ്യം വെക്കുന്നത് അല്ലേ. അതുപോലെ കേൾക്കുന്ന വചനങ്ങളൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോഴും ജോലി എടുക്കുമ്പോഴും അലക്കുമ്പോഴും അല്ലേ, പെയിൻ്റ് പഠിക്കാനാണെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കേട്ട വചനങ്ങളൊക്കെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന കാൽസ്യവും പ്രോട്ടീനൊക്കെ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവജീവനായിട്ട്. മനസ്സാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ ആയുസ് ഒന്നിനും കൊള്ളത്തില്ല. നമ്മൾ അവിടെ ഇവിടെയും കുറ്റം പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് ഒക്കെ നമ്മൾ ഈ നടക്കേണ്ടി വരും. നമുക്ക് ദൈവജീവൻ വരുന്നതോളം നമുക്ക് ആ നെൽമണി അല്ലേ എന്താ പറയണേ, പാടത്ത് വിളഞ്ഞിരിക്കുന്ന നെൽമണി തല കുമ്പിടുന്നത് പോലെ ആയിക്കണം യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. ഇത് നിമിത്തം, പാപം ചെയ്ത നിമിത്തം അവർക്ക് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. നമ്മൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച പറച്ച് അവസാനിപ്പിച്ചല്ലേ. മരണം സംഭവിച്ചു. ആർക്കാ മരണം സംഭവിച്ചത്? ആദത്തിന് അല്ലേ, ആദ്യ കുടുംബത്തിന്. പേടിക്കണ്ട, ഈ മരണം അന്നും ഇന്നും സംഭവിക്കാം. ഈ പറഞ്ഞ സ്പിരിച്വൽ ഡെത്തും ഫിസിക്കൽ ഡെത്ത് ഓൾറെഡി നമ്മുടെ അകത്തുണ്ട്. സെക്കൻഡ് ഡെത്തായ നമ്മുടെ എന്നും എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന രണ്ടാം മരണം, 1000 ആണ്ടിന് ശേഷം ഭൂമി ആകാശം കത്തിപ്പോയ ശേഷം ഈ ശൂന്യതയിൽ ദൈവം തൻ്റെ സിംഹാസനം കെട്ടി വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ളസിംഹാസന ന്യായവിധി ദൈവം ന്യായം വിധിക്കുമ്പോൾ അന്നാണ് യഥാർത്ഥമായ ആഭാലവൃതം. ആദം മുതലുള്ള ലാസ്റ്റ് 1000 ആണ്ടിൽ വരെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അന്നാണ് സോളിൻ്റെ ന്യായവിധി നടക്കാൻ പോകുന്നത്, മരണം സംഭവിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ഒന്ന് ഉൽപ്പത്തിയിൽ ആത്മാവ് മരിച്ചുപോയി പാപം ചെയ്തപ്പോൾ, രണ്ടാമത് അവൻ്റെ ശരീരം മരിച്ചുപോയി അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാ. തിന്നുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. ആദമിൻ്റെ ശരീരവും തിന്നുന്ന ദിവസം മരിച്ചോ? ഇവിടെ പലവട്ടം പറഞ്ഞതാ. മരിച്ചു. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്, പിള്ളേർ ടെറസിൽ ചെല്ലണം, സൺഡേ സ്കൂൾ പിള്ളേർ. നമ്മളറിയാത്ത വെളിപ്പാട് അവർ പറയുന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളറിയാത്ത വെളിപ്പാടുകളാണ്. ശരീരം ഒരു ദിവസം തികഞ്ഞില്ല, തിന്നുന്ന ദിവസം മരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആ ദിവസം തന്നെ മരിച്ചു. പക്ഷേ മനുഷ്യൻ്റെ കണ്ണിൽ, ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ദിവസം 1000 വർഷമാണ്. അതുകൊണ്ട് 930 മെതുശല്യമാണ് 967 അല്ലേ, 967 മെതുശല്യം ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യൻ. അദ്ദേഹം മരിച്ചു, ഏറ്റവും കൂടുതൽ മരിച്ചു. ഒരു ദിവസം 1000 വർഷം ഒരു ദിവസം തികച്ചില്ല ഒരു മനുഷ്യനും അല്ലേ. ആണോ? ഇനി പിള്ളേർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാൻ പോവേ. എനിക്ക് അവരെ ഇഷ്ടം. ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല കുഞ്ഞ് നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ അവരെയാണ്. അപ്പോൾ അത് നിമിത്തം നമുക്ക് സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. തത്സമയം ആത്മാവുമായി വേർപെട്ടു പോയി. 2 ഫിസിക്കൽ ഡെത്ത്, നമ്മുടെ ശാരീരിക മരണം പതിയെ സംഭവിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഡെത്ത് സംഭവിക്കാൻ പോകുന്നത് 1000 ആണ്ടിന് ശേഷം വെള്ളസിംഹാസന ന്യായവിധിയാണ്. ഇത് ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാൻ വേണമെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ നമുക്കിപ്പോൾ എവിടെയാ ആ മരണത്തിൽ നിന്ന് എവിടെയാ ജീവൻ കിട്ടിയിരിക്കുന്നത്? ദൈവം ആത്മാവാകുന്നു. മനുഷ്യരിലും ആത്മാവുണ്ട്. അവർ പാപം ചെയ്തപ്പോൾ വേർപെട്ടു പോയി. ദൈവം വീണ്ടും ദൈവജീവൻ ആത്മാവിലേക്ക് കൊടുത്ത് ദൈവമായി കൂട്ടിച്ചേർത്തു. ശരിയല്ലേ? ഇനിയും ഒരു കാര്യമുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ ഈ സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കും. ഇന്ന് ലോകത്ത് നല്ലൊരു കൂട്ടം ജനങ്ങളും വിശ്വാസികളും വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ടാൽ രക്ഷ പൂർണ്ണമാണെന്നും ഇനി എന്തെല്ലാം തോന്നിവാസം ചെയ്താലും കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന, അതൊക്കെ ലോകത്തിലെ ഏറ്റവും മടയത്തരമായ ഉപദേശങ്ങളാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും അധികമായി ലോകത്ത് വ്യാപരിച്ച കള്ള വൈറസുകൾ അതൊക്കെ. കാരണം ആത്മാവിൽ ദൈവം വീണ്ടും ജനിപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു അല്ലേ, വീണ്ടും ജനനം സംഭവിച്ചു. എത്ര വാക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. പക്ഷേ എന്നാലും ഏദൻ തോട്ടത്തിൽ ആദമിന് സംഭവിച്ച അതേ സ്പിരിച്വൽ ഡെത്ത് വീണ്ടും നമുക്ക് സംഭവിക്കാനിടയുണ്ട്. ദൈവത്തിൻ്റെ വചനം ലംഘിച്ചാൽ. റോമർ 8:13, നീ ജഡത്തെ അനുസരിച്ച് വീണ്ടും ജീവിച്ചാൽ മരിക്കും. അതുകൂടി പറ, കറക്റ്റായിട്ട് പറ, നിശ്ചയം. അതുകൊണ്ട് യൂദയുടെ ലേഖനത്തിൽ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നത് അവരെക്കുറിച്ച്, ദൈവകുഞ്ഞുങ്ങളെക്കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുക. അവർ വേരറ്റുപോയ വൃക്ഷങ്ങൾ, ബാക്കി പറ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, പറ, 2 ചത്തത്, ഉൽപ്പത്തിയിലും ചത്തതാണ്. ഇപ്പോൾ ക്രിസ്തുവിലൂടെ ജീവൻ നൽകിയിട്ടും വീണ്ടും ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, വചനം പറിച്ചു തിന്നേണ്ടതിന് പകരം
ചുമ്മാ കൈ മേടിച്ച് ലോകകാര്യവും പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ, ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അവസാനം വീണ്ടും ആത്മാവ് മരിച്ചുപോയി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ഭയക്കണം. ആണോ അല്ലയോ സഹോദരങ്ങളെ? ക്രിസ്തീയ ജീവിതം ഭയക്കണം. നമ്മൾ അറിയുന്നതും കണ്ടതും കേട്ടതും ആവണമെന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ആത്മീയ മരണം സംഭവിക്കാതിരിപ്പാൻ അവൻ സൂക്ഷിച്ചോളണം. ഒരാർക്കും ഇതിന് ഒരു ഉത്തരവാദിത്വമില്ല. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് അല്പമായിട്ട്. അതുകൊണ്ട് ഇന്നും ക്രിസ്ത്യ ജീവിതം വളരെ ശ്രദ്ധയോടെ ഓടിയാൽ നമുക്ക് ആ ഓട്ടം എത്തിക്കാം. അതുകൊണ്ട് പൗലോസൊക്കെ കടന്ന് വിറക്കുകയാണ്. പൗലോസിൻ്റെയും പത്രോസിൻ്റെയൊക്കെ അപ്പോസ്തലനായ പൗലോസും പത്രോസും അവരെ വാക്കുകൾ പറയുമ്പോൾ വിറക്കുക. ആ ന്യായവിധിയൊക്കെ നമ്മിൽ തുടങ്ങിയാണെന്നൊക്കെയാണ് പറഞ്ഞ് പേടിച്ച് വരച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരൊക്കെ. കാരണം ഭയക്കുന്നുണ്ടവർ. പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് അല്ലേ? എത്ര വാക്കുകളാ! ദണ്ണിക്കുക, സ്വയം ദണ്ണിക്കുക. കാരണം എവിടെയെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടോ? പ്രസംഗത്തിൽ മാറ്റം പോയിട്ടുണ്ടോ? ഇന്ന് വചനമൊക്കെ മായം ചേർത്ത് വിടുകയാണ്. മായം ചേർത്ത് ഡ്യൂപ്ലിക്കേറ്റാണ് കൊടുക്കുന്നത്. മനുഷ്യന് എന്താ പറയുക? കുഴപ്പമില്ല, വെള്ള തേച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഏത് പുസ്തകത്തിലാണ് എനിക്കറിയത്തില്ല. അവൻ്റെ വചനം തന്നിരിക്കുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഏകാഗ്രമായി ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാനീ പറഞ്ഞ വാക്കുകളൊക്കെ വചനത്തിൽ നിന്ന് വാക്കാണ്. നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിച്ചോ? അതിൽ നിന്ന് ഒരു വാക്ക് പോലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇടത്തില്ല. നിങ്ങൾ മുഴുവൻ പറയുന്ന ക്രിസ്തുവിന് വചനത്തിലെ വാക്കുകളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിത് വീണ്ടും സംഭവിക്കാൻ ഇടയുള്ളത് കൊണ്ട് അതുകൊണ്ട് പത്രോസ് വാക്യം പറയുന്നില്ലേ, പ്രവാസകാലം ഭയത്തോടെ. നമ്മുടെയൊക്കെ വിചാരം ഇങ്ങനെ വന്ന് അല്ലേ പാട്ടും കൂത്തും ആടിയും പോയി ആൾക്കാർ ആരെപ്പറ്റി എന്ത് പറഞ്ഞാലും ഫേസ്ബുക്കിൽ എന്ത് വൃത്തിയായിട്ട് എഴുതിയാലും അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ആര് പറഞ്ഞതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സൺഡേ പഠിക്കുന്നത് സമൃദ്ധിയുടെ സുവിശേഷം, ദൈവജനത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അതിനെക്കുറിച്ച്. നല്ലൊരു ശതമാനം കള്ളനാണയങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് കള്ളനാണയങ്ങൾ. അതുകൊണ്ട് അത്ത പറഞ്ഞില്ലേ, അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് അനേകർ, ഒന്ന് രണ്ടുമല്ല അനേകർ. നമുക്ക് അവരെ തിരിച്ചറിയണമെങ്കിൽ ഒറിജിനൽ നോട്ട് നമ്മുടെ അകത്ത് വേണം, ഒറിജിനൽ സാധനം. ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകും. ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് 2000 നോട്ടൊക്കെ കണ്ടാൽ നമ്മൾ ചാടി വീഴും. കാരണം അതിൽ ഗാന്ധിയില്ലേ, ഗാന്ധി കണ്ണടയില്ലേ, 500 കറക്റ്റ് 2000 കറക്റ്റായിട്ടല്ല എഴുതിയേക്കണത്. നമുക്ക് അതൊക്കെ തോന്നും, നമ്മൾ എടുത്ത് പോക്കറ്റിലേക്ക് ഇടും. പക്ഷേ അത് ഒറിജിനൽ നോട്ടിൻ്റെ മുമ്പിൽ കള്ളനെ പിടിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ മരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പാപം ചെയ്ത് ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തെ വിട്ട് പോകുമെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുവിനെ പിതാവാം ദൈവം, യഹോവയായ ദൈവം പുത്രനെ ഹൃദയത്തിൽ ക്രൂശിച്ചു. പഠിച്ചു ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് രക്ഷയെക്കുറിച്ചൊക്കെ പഠിക്കാം. ദൈവത്തിൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചൊരൊറ്റ ദൈവമേ ഉള്ളൂ, മറന്നു പോകരുത്. അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന പോലെ ദൈവം ഏകനെന്ന് അല്ലേ? എന്താ? പിശാചുക്കൾ പോലും നടുങ്ങുകയും വിറക്കുകയും ചെയ്യുക ഏകനായ ദൈവം. അതാ നമ്മൾ അറിയേണ്ട. അവിടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ പിതാവിനെ കുറിച്ച് അറിയണം. അത് ഇപ്പോഴല്ല, പിന്നീട് നമ്മൾ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. നമ്മുടെ സ്വർഗീയ പിതാവ് ആരാ? അവൻ ഏകനാണ്. അങ്ങനെ ഏകനായ ദൈവം ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യപുത്രന്മാരെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അല്ലേ ഒന്നല്ല 2-1 കൂടുതൽ ആൾക്കാരായി അവിടെ. അപ്പോൾ ഏകനായ ദൈവം 3 മാറി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായി മാറിയത് എന്തിനു വേണ്ടി? അത് ഇപ്പോഴല്ല, ലോകസ്ഥാപനത്തിങ്കൽ തന്നെ ദൈവം 3 മാറ്റപ്പെട്ടു പോയി. ഇന്ന് തൃത്വത്തെക്കുറിച്ച് കോടിക്കണക്കിന് രൂപ കൊടുത്ത ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷേ വെറും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വെറും എന്താ പറയുക, ഒരു 5 സെക്കൻഡ് 5 മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾ ലോകത്തിൽ കേൾക്കുന്ന തൃത്വത്തെക്കുറിച്ചൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. തൃത്വം, ദൈവത്തിന് ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. വെറും നിങ്ങൾ 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വെളിപ്പാട് കിട്ടും. ഞാൻ ഈ പറഞ്ഞ വെളിപ്പാട് ഇന്നല്ല, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ദൈവം തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ സർവ്വജ്ഞാനത്തിൽ മനസ്സിലായി, ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർ എന്നെ വിട്ടു പോകുമെന്ന്. അതുകൊണ്ട് അവരെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി, പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? കുശവൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെ
അല്ലേ? ഇരിമയാവ് പറയുന്ന അല്ലേ? അതുപോലെ പണിയെടുക്കേണ്ടത് ദൈവം തൻ്റെ പുത്രൻ, ദൈവം തന്നെ മൂന്നായി, അല്ലെങ്കിൽ അന്ന് തന്നെ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തു ദൈവത്തിൻ്റെ പിതാവിൻ്റെ പുസ്തകത്തിലോ ഹൃദയത്തിലോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ യേശു എന്നാ വെളിപ്പെടുന്നത് ഏതാണ്ട് 1990 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സാവുന്നുള്ളത് നിങ്ങൾക്ക്? പക്ഷേ അവൻ്റെ പുസ്തക ചുരുളുകളിൽ അവനെക്കുറിച്ച് ഓൾറെഡി യാഗമാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു തിരക്കഥ എഴുതി വെച്ചിട്ട് സിനിമ പിടിക്കുന്നത് പോലെ തന്നെ അതിൽ തിരക്ക എഴുതി അവസാനം ശുഭം എന്ന് എഴുതി കുത്തിട്ട് വെച്ചാൽ ആ പുസ്തകത്തിൽ എന്താ പറയുക, തിരക്കഥ, ആ തിരക്കഥയിൽ എന്തൊക്കെയുണ്ടോ അങ്ങനെ തന്നെ ഈ സിനിമയെ കാണാൻ കഴിയും. അതിലുള്ളതേ ഇതിലുണ്ടാകത്തുള്ളൂ, ഇതിലുള്ളതേ അതിലുണ്ടാകത്തുള്ളൂ. അത് ഈ ഭൂമിക്കകത്ത് സംഭവിക്കുന്ന മുഴുവനും ആ യഹോവയുടെ പുസ്തകം, ഒരുപാട് പുസ്തകമുണ്ട് അല്ലേ? സ്മരണയുടെ പുസ്തകം, യഹോവയുടെ പുസ്തകം, കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകം, ജീവൻ്റെ പുസ്തകം, അല്ലെ? ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. നമ്മുടെ കണ്ണുനീരിൻ്റെ ഒക്കെ എഴുതി വെക്കുന്ന പുസ്തകമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അന്നറിയാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീരൊക്കെ ഒഴിപ്പിക്കൂലേ? കള്ളക്കണ്ണീരല്ലേ ഞാൻ പറഞ്ഞത്, ഒറിജിനൽ കണ്ണീർ. അതിൻ്റെയൊക്കെ കണക്കുകൾ എഴുതി വെക്കുന്ന പുസ്തകങ്ങൾ പോലുമുണ്ട് അവിടെയൊക്കെ. ആ തുരുത്തിയിലൊക്കെ ഒന്നും വിട്ടുപോകില്ല. നിങ്ങൾ ഒഴിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയുന്ന ആ കണ്ണുനീരിൻ്റെയൊക്കെ അതവൻ്റെ തുരുത്തിയിലെടുത്ത് വെച്ചിരിക്കുക, ഒന്നും നഷ്ടമാകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സമയമൊക്കെ അവനവിടെ കൃത്യമായി വെച്ചിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ അറിയാം, അവൻ കണക്കും കൂട്ടുപലിശയും കൂട്ടി നിങ്ങൾക്ക് അന്ന് തരും, നിങ്ങളുടെ തലയിന്മേൽ കിരീടങ്ങളായിട്ട്. അതൊന്നും മറന്നു പോകുക. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വരുന്ന നാളുകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി കർത്താവ് തന്നെ പിതാവാം ദൈവം തന്നെ ഹൃദയത്തിൽ പുത്രനെ ക്രൂശിക്കപ്പെട്ടവനായി ഗോഡ് പ്രീ അപ്പോയിന്റഡ് ജീസസ്, അവൻ മുൻ നിയമിച്ചു കഴിഞ്ഞു യേശുവിനെ. എന്തുകൊണ്ടാണ് യേശുവിനെ മുൻ നിയമിച്ചത് പിതാവാം ദൈവം? ലോകമുണ്ടാകുന്നതിന് മുമ്പേ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഭൂമിയെ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം എന്തുകൊണ്ട് യേശുവിനെ പ്രീ അപ്പോയിന്റ് ചെയ്തു? ചോദ്യമാണ്. ഒന്നാമത് നമുക്ക് പരീക്ഷയില്ല. ഇതെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഇതേ ഞാൻ തന്നെ കുറച്ച് ആൻസർ പറഞ്ഞൂടെ അല്ലേ? എന്തൊരു ചോദ്യം ഉണ്ടല്ലേ? യാക്കോബിൻ്റെ മോനായ യൂദയുടെ അച്ഛൻ്റെ പേരെന്താന്ന് വെച്ച പോലെ പോയി. യാക്കോബിൻ്റെ മകനായ യൂദയുടെ അച്ഛൻ്റെ പേരെന്താ വെച്ച പോലെ അല്ലേ? ഞാൻ പറഞ്ഞ ചൂടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ദൈവം മനുഷ്യൻ തെറ്റിപ്പോകുമെന്ന് ദൈവത്തിന് മുന്നേ അറിയാമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ അന്നേ ക്രൂശിക്കപ്പെട്ടത്. അതിനർത്ഥം ദൈവം മൂന്നായി മാറിയത്. ഇത് കള്ള ഉപദേശമല്ല കേട്ടോ. അതൊക്കെ തെറ്റായിട്ട് തോന്നും ആൾക്കാർക്ക്. ഞാനിവിടെ പഠിപ്പിക്കുന്ന ഓരോ വചനങ്ങളും കിങ്ഡം പ്രിൻസിപ്പിളാണ്, ദൈവരായത്തിൻ്റെ മർമ്മങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അത് വിട്ട് ഇടത്തേക്കോ വലത്തേക്കോ ഒന്നുമില്ല. എല്ലാ ടോപ്പിക്കും ഇതിനകത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല ദൈവകൃപക്ക് ഒത്തവണ്ണമുള്ള സകല ടോപ്പിക്ക് പഠിക്കുമ്പോൾ എല്ലാം ഒന്നിനോടൊന്ന് ഇണങ്ങിക്കിടക്കുകയാണ് നമ്മുടേത്. അതുകൊണ്ട് ഒന്നും തല്ലുപിടിക്കത്തില്ല, തമ്മിൽ എന്താ പറയുക, ഇണങ്ങിച്ചെല്ലാതിരിക്കത്തില്ല ഒരിക്കലും. മറന്നു പോകരുത്, ദൈവം തന്നെ പുത്രനെ പ്രീ അപ്പോയിന്റ് ചെയ്തു അല്ലേ? നമ്മൾ ഇവിടെയല്ല പറഞ്ഞ് അവസാനിപ്പിച്ചത് ആണോ? ഇതെടുത്ത് വായിച്ചില്ല, നമ്മൾ വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഗലാത്യർ 4:1-4 വരെ പഠിക്കുമ്പോൾ, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. വാക്കുകളൊക്കെ ഓരോന്നെടുത്ത് പഠിച്ചാൽ കാലസമ്പൂർണ്ണത, നമ്മുടെ ടൈമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അതേ വാക്കാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഓരോ കാലഘട്ടം കഴിയുമ്പോഴും, ഏതെങ്കിലും തലോട്ടം കഴിയുമ്പോഴും, മനസാക്ഷി യുഗം, കാലഘട്ടം എന്ന് പറഞ്ഞാൽ യുഗം എന്നർത്ഥം. യുഗം മനസ്സാവുന്നുണ്ടോ? അടുത്ത ന്യായപ്രമാണ യുഗം. അത് കഴിയുമ്പോൾ വേറൊരു പ്രമാണം വരികയാണ് അവിടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. അത് അവസാനിച്ച് കഴിയുമ്പോൾ വേറൊരു യുഗം വരിക. ഏതാ യുഗം? അടുത്ത യുഗം കൃപായുഗം. ഇന്നായിരുന്നു കൃപായുഗം അല്ലേ? ഇത് അവസാനിക്കാൻ പോകുക, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുക. അതിന് അടുത്തൊരു യുഗം വരാൻ പോകുക, 7 വർഷമുള്ള ഒരു യുഗം വരാൻ പോകുക. അപ്പോൾ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ, കണ്ടോ? അപ്പോൾ അവിടെയും ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തിൽ ഒരു മനുഷ്യനെ നീതീകരിക്കാൻ കഴിഞ്ഞില്ല, രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ ന്യായപ്രമാണത്തിന് കീഴിൽ യേശുവിനെ ജനിപ്പിച്ചിട്ട് ആ ന്യായപ്രമാണത്തെ മുഴുവനും ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ നമ്മുടെ വിഷയം അതല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുകയാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി, വചനം വായിക്കുന്നവർക്ക് വായിക്കുമ്പോൾ എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞു പോകുക അല്ലേ? അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ജനിപ്പിക്കണമെങ്കിൽ ദൈവപുത്രൻ ലോകസ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാകണമല്ലോ. ലോകസ്ഥാപനത്തിൽ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ, അരിയോപകുന്നിൽ വെച്ചുള്ള പ്രസംഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരുത്തിൽ നിന്ന്, ആദമിൽ നിന്ന് സകല മാനവരാശിയെ ഉരുവാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ അല്പം ആദ്യം ചിന്തിച്ചു കഴിഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തുവിനെ പറയുമ്പോൾ അന്ത്യസ്ഥാപനത്ത് അവൻ വെളിപ്പെട്ടവനാണ്. ഇതും നമ്മൾ പഠിച്ചതാണ്.
മുൻ നിയമിക്കപ്പെട്ടവനാണ്. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കുവാൻ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നവനാണ്. വെളിപ്പാട് 13:8 അല്ലേ? എന്താ 13:8? ലോകസ്ഥാപനം മുതൽ അൽക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ജീവന്റെ പുസ്തകമുണ്ട്. 20-ാം അധ്യായം വെളിപ്പാട് 20-ാം അധ്യായം പഠിക്കുമ്പോൾ ജീവന്റെ പുസ്തകമുണ്ട്, കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകമുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോരുത്തർക്കും സെപ്പറേറ്റ് സ്ഥാനങ്ങളാണ് സ്വർഗത്തിൽ. സോഷ്യലിസം അല്ല സ്വർഗത്തിൽ. നമ്മൾ വിചാരിച്ചേക്കരുത് സ്വർഗത്തിൽ സോഷ്യലിസം അല്ല. ഇന്ന് നാം പ്രാപിക്കുന്ന നീതിയും വിശുദ്ധിക്കൊത്തവണ്ണമായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മളിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, സ്വയത്തെ എത്രമാത്രം മരിപ്പിക്കുന്നുവോ, സ്വയത്തെ ത്യജിക്കുന്നുവോ, ജഡത്തെ മരിപ്പിക്കുന്നുവോ, അത്രക്കധികമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇവിടുത്തെ പ്രവർത്തികൾക്കത്തവണ്ണം നമുക്കവിടെ ന്യായവിധി മീൻസ് നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് സ്വർഗം സോഷ്യലിസമല്ല. അവിടെ പുതിയ ഭൂമിയുണ്ട്, പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗങ്ങളുണ്ട്, പുതിയ യെരൂശലേമുണ്ട്, സ്വർഗീയ സിയോണുണ്ട്, ഒത്തിരിയൊത്ര നിത്യതയിലുള്ള ഒത്തിരിയൊത്ര വാസസ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോ കാറ്റഗറിക്കാരുണ്ട്. അതിൻ്റെയൊക്കെ എലിജിബിലിറ്റി അല്ലേ, അതിനൊക്കെ എങ്ങനെയാണ് നമുക്കൊക്കെ ലഭിക്കുന്നതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ വരുന്ന ആളുകളിൽ കർത്താവ് തരുന്ന പോലെ ഞാൻ പിന്നീട് സംസാരിച്ചോളാം. അപ്പോൾ ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവവസ്തുവിൽ പേരെഴുതിയിട്ടില്ലാത്ത ഉപവാസികളൊക്കെയും അതിന് നമസ്കരിക്കും അല്ലേ? ആരെയാണ് നമസ്കരിക്കുന്നത്? സാത്താനല്ല. എന്നാലും കറക്റ്റാ, സാത്താൻ നിനക്ക് തന്നെ. എന്നാലും ഒരു മനുഷ്യനാണ് അവൻ. സാത്താൻ അത് അരൂപിയ എതിർ ക്രിസ്തു മനസ്സിലാവും. അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് വേണ്ടി പറഞ്ഞു അല്ലേ? അവനെ നമസ്കരിക്കാമാക്കും, അല്ലെങ്കിൽ കയ്യിൽ ചിപ്പയേപ്പിക്കും അവനെ കൊണ്ട്, മനുഷ്യനെ കൊണ്ട് അല്ലേ? എന്നിട്ടാ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ മാത്രം ഒരു വാക്ക് മിസ്സിംഗ് ആണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. എന്താ വാക്ക് മിസ്സിംഗ്? ആത്മാവ് പറയുന്നത്. 7 സഭയോട് പറയുമ്പോഴും ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, 7 സഭയോട് പറയുമ്പോഴും. പക്ഷേ 13-ാം അധ്യായം വന്നപ്പോൾ അല്ലേ, എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയും അവൻ്റെ പേരിൻ്റെ സംഖ്യയായ ചിപ്പ് ഏൽക്കാത്ത ഏവനെ നമസ്കരിക്കാത്ത എല്ലാവരെയും കൊല്ലിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുക ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ ആരില്ല? പരിശുദ്ധാത്മാവില്ല. അതാണ് വ്യത്യാസം. ഈ വാക്ക് സഭയോട് പറയുമ്പോൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പക്ഷെ ഇവിടെ വരുമ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് പോയി, എങ്കിലും അവൻ്റെ പ്രവർത്തികൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അത് വേറെ കാര്യം. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പഴയ നിയമത്തിൽ അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? ഓക്കെ. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ നിന്ന് വിടുവിക്കുക യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? യേശുവിനെ കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിപ്പിച്ചു എന്ന് ഗലാത്യ ലേഖന കർത്താവ് പൗലോസ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ യേശുവിനെ ഭൂമിയിലേക്ക് അടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള അടുത്ത ചോദ്യം ആണല്ലോ. അപ്പോൾ അത് മാനവരാശി പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയ മാനവരാശിയെ വീണ്ടും പാപത്തിന് പരിഹാരം ചെയ്ത ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഒറ്റവാക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. വചനങ്ങൾ എല്ലാ വചനം കൂടി ചേർത്ത് ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. പാപം ഉൽപ്പത്തി പുസ്തകം 2:17 നന്മ തിന്മ വൃക്ഷത്തിലെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയം. എന്നിട്ട് പറയാം പാപത്തിന് ശമ്പളം മരണം. ഒരിക്കൽ എബ്രായ 9:27 ഒരിക്കൽ മരണവും ന്യായവിധിയും ഏത് മനുഷ്യർക്കും ആദമിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നിയമിച്ചു വെച്ചിരിക്കുക. ഇനി പാപം രക്തം ചെയ്യാതെ പാപത്തിന് വിമോചനമില്ല. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനീ പറഞ്ഞതൊക്കെ വചനം തന്നെയാണ്, എബ്രായ ലേഖനമൊക്കെ പറഞ്ഞത് അല്ലേ? അപ്പം അതുകൊണ്ട് ഇനി മനുഷ്യന് ദൈവത്തോട് അടുക്കണമെങ്കിൽ രക്തം ചീന്തിയേ മതിയാവും. കാരണം എന്താ? പാപത്തിന് ശമ്പളം മരണം. രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ കാണാപ്പടമാക്കണം. ഒരു സുവിശേഷമാണത്. എങ്ങനെ മരണം വന്നു അല്ലേ? പാപത്തിന് ശമ്പളം മരണമാണ്. ഏത് മനുഷ്യൻ ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മരിക്കുന്നത്. ആൾക്കാർ ചോദിക്കും നമുക്ക് പാപമില്ലെന്നൊക്കെ പറയും. നമ്മൾ മരിക്കുന്നുണ്ട്. മനുഷ്യൻ മരിക്കാൻ പാടില്ല. അവന് ആത്മാവുള്ളത് കൊണ്ട്, മരണമില്ലാത്ത ആത്മാവുള്ളത് കൊണ്ട് മരിക്കാൻ പാടില്ല. ഇത് വെറും ബോഡി മാത്രമാണ്, മരണമില്ലല്ലോ അവന്. അപ്പം അതുകൊണ്ട് ഇനി മനുഷ്യനെ ചേർക്കണമെങ്കിൽ എന്ത് വേണം? രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല. അത് ഏത് മതസ്ഥ നോക്കിക്കോ, ഏത് മതസ്ഥന് വേണ്ടി എടുത്ത് നോക്കിയോ. ഞാൻ പണ്ട് ഹിന്ദുവായിരുന്നപ്പോൾ കുരുതി പുഷ്പാഞ്ജലി ഉണ്ടായിരുന്നു. കേട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. കുരുതി പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായത് വേറെ ഒന്നുമില്ല. മഞ്ഞപ്പൊടിയിൽ ഇത്തിരി കുങ്കുമപ്പൊടിയും കൂടി ഇടും, ചോര കളറാക്കും, എന്നിട്ട് ഇങ്ങനെ ഷൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. എന്നിട്ട് അത് കുരുതി രക്തം ചീന്തി നമുക്ക് മോചനം കിട്ടി. എന്ത് മോചനം അല്ലേ? വെറുതെ. അപ്പോൾ എല്ലാവർക്കും അറിയാം രക്തം ചീന്താതെ വിമോചനമില്ല അല്ലേ? മുസ്ലിം സഹോദരന്മാർ അവർ വാളെടുത്തുകൊണ്ടാണ് വെട്ടിക്കൊള്ളുന്നത്. അവർ ശത്രുവിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. രക്തം ചീന്തിയാൽ സ്വർഗം. അപ്പോൾ ഏത് മതസ്ഥർക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ അല്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചെറിയായിട്ട് അറിയാം. ക്രിസ്ത്യാനിക്കും അറിയാം. കത്തോലിക്ക പോലത്തെ മതസംഹിതകൾ അവരും പോയിട്ട് ഈ എന്താ പറയുക
കുർബാന അല്ലേ, കുർബാന. നമ്മൾ അപ്പം മീഞ്ഞിന് പോലെ അല്ലേ കുർബാന എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പം മീഞ്ഞിന് നമ്മുടെ കർത്തൃമേശയ്ക്ക് എന്താ അല്ല കുർബാന എന്നല്ലേ പറയുന്നത്. ആ കുർബാന കഴിക്കുമ്പോൾ അത് രക്തമായും അവൻ്റെ ശരീരമായും അവർ കാണുകയാ, ഒറിജിനൽ രക്തമായി കാണുകയാ അവർ, അല്ലേ? അപ്പം അതൊക്കെ പാപത്തിന് മോചനത്തിന് വേണ്ടിയാ. നമ്മളും കഴിക്കുന്നുണ്ട് ഞായറാഴ്ച അപ്പം മീഞ്ഞൊക്കെ അല്ലേ, അത് പാപത്തിന് മോചനം കിട്ടാൻ വേണ്ടിയല്ല, മോചനം തന്നവനെ ഓർക്കാൻ വേണ്ടിയാ. അതാ വ്യത്യാസം. എനിക്ക് വേണ്ടി പാവമായി അല്ലേ, പാപിയായി അല്ല, പാവമായി എനിക്ക് വേണ്ടി അവൻ എനിക്ക് പകരക്കാരനായി മരിച്ചു. അതാ നമ്മൾ ഓർക്കുന്നത്. എത്രക്ക് മനസ്സാവുന്നുണ്ട്? അപ്പം അതുകൊണ്ട് യേശു കർത്താവിനെ മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപം ചെയ്ത് പോകുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അനാദിയിൽ തന്നെ ലോക ആരംഭത്തിൽ തന്നെ യേശുവിനെ പിതാവിൻ്റെ ഹൃദയത്തിൽ അർക്കപ്പെട്ടതായി കണ്ടുവെന്ന് നമ്മൾ പുസ്തകത്തിൽ വായിച്ചായിരുന്നു. അപ്പോൾ യേശു മരിച്ചിട്ട് ഇപ്പോൾ 1990 അല്ലേ, ഏതാണ്ട് 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ, ഇത്രയ്ക്ക് വർഷമായിട്ടുള്ളൂ, നമുക്കറിയാം. പക്ഷേ അതിനൊക്കെ മുമ്പേ ന്യായപ്രമാണ യുഗത്തിലും എന്തുണ്ടായിരുന്നു? യാഗങ്ങളുണ്ടായിരുന്നില്ലേ? യഹോവയായ ദൈവം ന്യായപ്രമാണ യുഗത്തിൽ യാഗത്തിന് കൊടുത്തില്ലേ? നിങ്ങൾ സമയം കിട്ടിയാൽ വല്ലപ്പോഴും ഈ ലേവ്യ പുസ്തകം പഠിക്കണം. അവിടുത്തെ യാഗങ്ങളെക്കുറിച്ചും അല്ലേ, 5 ശ്രേഷ്ഠ യാഗങ്ങളെക്കുറിച്ചും യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്ത 7 ശ്രേഷ്ഠമായ ഉത്സവങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. അത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. ഓക്കെ, ഞാൻ വിടുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ, പഴയ നിയമത്തിൽ ദൈവം മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്തു. ആ ന്യായപ്രമാണത്തിന് പാപം ചെയ്തു പോയാൽ ഒരു മനുഷ്യൻ, ഇതൊരു ഇസ്രായേലിൻ അല്ലെങ്കിൽ ഒരു യഹൂദൻ പാപം ചെയ്തു പോയാൽ അവൻ പാപത്തിൻ്റെ കാഠിന്യം അനുസരിച്ച്, ഒരു ചെറിയ പാപമാണെങ്കിൽ അതിനെ പ്രാവിനെയോ കുറുപ്രാവിനെയോ യാഗമർപ്പിച്ചാൽ മതി. ഇത്തിരി കൂടി വലിയ പാപമാണെങ്കിൽ അല്ലേ, എന്തൊക്കെയാ, ആടിനെയോ ആട്ടുകൊറ്റന്മാരെയോ. വലിയ പാപമാണെങ്കിൽ അവർക്ക് കാളക്കിടാങ്ങളെ കൊണ്ടുവരണം. അപ്പം വ്യത്യാസം അനുസരിച്ചാ അതിനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇസ്രായേലിയൻ പാപം ചെയ്ത് അവൻ ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ പുരോഹിതൻ പറയും, നീ ഒരു പണി ഒരു ആടിനെ അല്ലെങ്കിൽ ആട്ടുകൊറ്റനായിട്ട് നീ വരാൻ പറയും. ഇപ്പോൾ പുരോഹിതൻ വിളിച്ചു പറയും. പുരോഹിതൻ പറഞ്ഞിട്ട് ആടിനെയും കൊണ്ട് വന്നിട്ട് അവിടെ ഈ കാണുന്നത് പോലെ ആ പാപം ചെയ്ത മനുഷ്യൻ ആടിനെ തലയിൽ കൈവച്ചിട്ട് അവൻ പാപം ചെയ്ത പാപം ഏറ്റുപറഞ്ഞ് ഈ കാളയുടെ അല്ലെങ്കിൽ ഈ ആട്ടുകൊറ്റൻ്റെ മേൽ പാപം ട്രാൻസ്ഫർ ചെയ്യും. അത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അന്ന് ദൈവം കൊടുത്ത പ്രമാണമാണത്. അവൻ ഈ പാപം ഏറ്റുപറഞ്ഞ് ഈ കാളയുടെ മേൽ അല്ലെങ്കിൽ പശു ഇതിൻ്റെ മേലാക്കി വെച്ചിട്ട് പുരോഹിതൻ പോയിട്ട് ആ ആട്ടുകൊറ്റനെ അല്ലെങ്കിൽ കാളക്കിടാവിനേക്ക് യാഗമാക്കും. ആ രക്തം ചീന്തിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ, ഈ പാപം ചെയ്ത് കൊണ്ടുവന്ന മനുഷ്യൻ, യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് അവൻ തൻ്റെ വീട്ടിലേക്ക് പാട്ടും പാടിക്കൊണ്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് പഴയ നിയമത്തിലെ ദൈവം പാപത്തിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള മാർഗം ദൈവം കൊടുത്തത്. അതേ ദൈവം തന്നെ, അതേ യഹോവ തന്നെ, അതേ യേശു തന്നെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വാക്ക് മാറി. എബ്രായത്തിൽ പറയാം, എടുക്കണം, പിന്നീട് അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുക, ആടുകളുടെ കാളക്കിടാങ്ങളെ രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ വീടുവാൻ കഴിയില്ല. അപ്പൊ പഴയ ദൈവം വാക്ക് മാറിയില്ലേ? ഇത് നിങ്ങളോട് ആൾക്കാർ ചോദിക്കും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കിടക്കുക, ഇങ്ങനെ ചോദ്യങ്ങൾ. പക്ഷെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം അതിന് ഉത്തരങ്ങൾ, എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ദൈവം നമുക്ക് കൃപയാൽ നമ്മുടെ ഹൃദയത്തിൽ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ പറഞ്ഞ അതേ യഹോവയായ ദൈവം തന്നെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആടുകളെയും ആട്ടുകൊറ്റന്മാരുടെയും കളക്കിടാങ്ങളുടെ രക്തത്തിനെ മനുഷ്യൻ്റെ പാപത്തിനെ വിടുവിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പുത്രനെ ഭൂമിയിലെ കഴച്ച് അല്ലേ, മാനവരാശിയ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തിയിട്ട് നമ്മുടെ പകരക്കാരനായി ആ ആട്ടിൻകുട്ടിയെ യാഗമാക്കി. എന്തുകൊണ്ട് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും യാഗത്തിന്, രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ വിടുവിക്കാൻ കഴിയില്ല എന്നുള്ള ചോദ്യം വേറെ വാക്ക് കിടക്കുകയാണ്. അത് പിന്നീട് ഞാൻ എടുത്തോളാം അതിനെക്കുറിച്ചൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിന് ഒരു മനുഷ്യൻ വന്ന് യാഗമായെന്നുള്ളതും വേറെ കാര്യമാണ്. യേശുവല്ലേ വന്നത്? അല്ലേ? അതെ, ഒരു മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യൻ തന്നെ ഇറങ്ങി വരേണ്ടി വന്നു. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള മർമ്മങ്ങളാണ്. പിന്നീട് രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാം. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയാണ് എന്താ? നീ പാപം ചെയ്താൽ അതിനനുസരിച്ച് ഒരു മൃഗത്തെ കൊണ്ടുവരണം, നീ കൈവച്ച് അതുപോലെയൊക്കെ പാപം ട്രാൻസ്ഫർ ചെയ്യണം. പുരോഹിതൻ അതിനെ യാഗമാക്കിയിട്ട് ആ രക്തം ചിന്തിക്കഴിയുമ്പോൾ പാപത്തിന് വിമോചനം കിട്ടും അല്ലേ? ഇത് പഴയ നിയമത്തിൽ ഒരു നിഴലായി യഹോവയായി ദൈവം കൊടുത്തതായിരുന്നു.
കാരണം ആത്മീയ സത്യങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർക്കറിയത്തില്ല. ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട് ആത്മീയ മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചാൽ അവർക്കറിയാൻ കഴിയത്തില്ല. അവർക്ക് കാണത്തക്ക വണ്ണമുള്ള യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? എന്തുകൊണ്ട് പഴയ നിയമ ഭക്തന്മാരോട് ഈ യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു? അവർക്ക് കാളയുടെയും ആട്ടുകൊറ്റന്മാരുടെ യാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ട്? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, പരിശുദ്ധാത്മാവ്. അടുത്ത് ന്യായപ്രമാണം. ഓക്കെ, എല്ലാം ചെയ്ത് തന്നെ, എല്ലാം കറക്റ്റ്. പറ, ചിന്തിച്ചോ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആത്മമണ്ഡലമൊക്കെ പൊട്ടിക്കിട്ടുന്നത്. നമ്മളിങ്ങനെ തിരയാൻ തുടങ്ങും, ആത്മമണ്ഡലം തിരയാൻ തുടങ്ങും. നമ്മൾ ഓരോ മർമ്മത്തിനു വേണ്ടിയും നമ്മൾ ആത്മമണ്ഡലമൊക്കെ തിരയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ആത്മാവിൽ ഗ്രഹിച്ചറിയുന്നില്ലെങ്കിൽ അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ജഡത്തെ തകർക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലേക്ക് മാറ്റപ്പെടണം പുതിയ നിയമസഭ. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലുള്ള ദൈവസഭ, അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സഭ, പുതിയ നിയമസഭ എന്ന് പറയുന്നത്. പഴയ നിയമഭക്തന്മാരോട് യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചും ആത്മീയ മർമ്മങ്ങളെയും സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവിടെ ആത്മാവ് മരിച്ചതായിരുന്നു. ആണല്ലോ, അവർക്കറിയാവുന്ന കാര്യം കാഴ്ചയാലുള്ളത്. കാരണം ആത്മാവായ ദൈവവും തമ്മിൽ അവരുടെ ആത്മാവ് വേർപെട്ടു പോയി. ഇനി ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ? അതുകൊണ്ട് അവരോട് പറഞ്ഞത്, നീ അകത്ത് പോയി അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു വന്ന് അനുഗ്രഹിക്കപ്പെടും, നീ വാലല്ല തലയാകും, അല്ലേ, നീ എലിയല്ല പുലിയാകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളതും പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക. ഡിസംബർ 31 ആകട്ടെ, വാച്ച് നൈറ്റ് പ്രയറിനെ തത്തമ്മനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടി ഈ വചനങ്ങളൊക്കെ വരും. അറിയാതെ കൊണ്ട് ജനങ്ങളൊക്കെ വീണ്ടും ആ ന്യായപ്രമാണത്തിലേക്ക് വീണ്ടും പോവുക. അവർ പിന്നെയും നല്ലവരാ പരീശന്മാരൊക്കെ. ഞാൻ ഓർക്കാറുണ്ട്, പരീശന്മാരൊക്കെ 10-30% ദശാംശം കൊടുക്കുന്നവരാ. 10% ദശാംശം കൊടുക്കും. ആദ്യഫല കറ്റയുടെയൊക്കെ ആദ്യത്തെ ചക്ക, ആദ്യത്തെ മാങ്ങയെക്കൂടെ കൊടുക്കും, ആലയത്തിൽ കൊണ്ടുപോകും. അത്രയും കൃത്യമായി ചതുപ്പ, ജീരകം, പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാത്തിലും ദശാംശം കൊടുക്കുന്ന മനുഷ്യനാണ്. അത്ര കൃത്യമായിട്ട് നമ്മൾ മനുഷ്യന്മാരെയൊക്കെ പുച്ഛമാണ്. പക്ഷെ അവരുടെയൊക്കെ വാലെ കെട്ടാൻ നമ്മളെ കൊള്ളത്തില്ല. ഞാൻ സത്യമായി പറഞ്ഞതുള്ള കാര്യം പറയാമല്ലോ. അവരെ നല്ല അനുസരിക്കുക. പക്ഷെ അവർക്ക് മനസ്സിലാകാതെ പോയത് കരുണയും ദയയും മനസ്സലിവൊക്കെ ഉള്ള ദൈവത്തിൻ്റെ മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു ന്യായപ്രമാണത്തിൽ. അതവർ കണ്ടെത്തിയില്ല. അതാണ് കണ്ടെത്തേണ്ടത്. അതവർക്ക് മനസ്സിലായില്ല. ഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ. അപ്പോൾ പഴയ നിയമത്തിൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമെന്ന്, അല്ലെങ്കിൽ പഴയ നിയമ ന്യായപ്രമാണം കൊടുത്ത ശേഷം ഏതാണ്ട് യേശുക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ന്യായപ്രമാണം കൊടുക്കുന്ന സമയം മുതൽ 1500 വർഷം കഴിഞ്ഞിട്ട് കാൽവരി ക്രൂശിൽ മരിക്കാൻ പോകുന്ന യേശുവിൻ്റെ നിഴലായിരുന്നു ഏത്? ഇസ്രായേൽ യഹൂദന്മാർ യാഗമർപ്പിക്കുന്ന യാഗങ്ങളല്ല, അല്ലേ? പേടിക്കുന്ന അതിനെക്കുറിച്ച് ഈ നിത്യത മുതൽ നിത്യത വരെയുള്ള ക്ലാസിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്താണ് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, ലോകത്തിലെ സകല ആൾക്കാരും പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം വേറെ എന്ത് പഠിപ്പിക്കാനാ? നിത്യത മുതൽ നിത്യത വരെയുള്ള, അനാദി മുതൽ അനന്തത വരെയുള്ള, അല്ലേ, ഈ ദൈവീയ പ്രൊജക്റ്റിനകത്തുള്ളതേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഓരോന്നോരോന്നേ പിന്നീട് പഠിക്കും. ദൂതന്മാരെക്കുറിച്ചും അവരൊക്കെ അതിനെക്കുറിച്ചും പിന്നീട് അത്ര ആവശ്യമില്ലെങ്കിൽ പോലും ആഴമായി പിന്നീട് പഠിക്കും. ഇത് രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ ആരും കയറി വരുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം 1500 വർഷങ്ങൾക്ക് ശേഷം AD 30-32 നടക്കേണ്ട കാര്യങ്ങൾ അതിന് നിഴലായിട്ടാണ് ദൈവം, യഹോവയായ ദൈവം അവർക്ക് ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ കൊടുത്തത്. ആണല്ലോ. എന്നിട്ട് ഈ സങ്കീർത്തനം 50:5 പറയുന്നുണ്ട് സങ്കീർത്തനം, അല്ലേ? അവിടെ ഇങ്ങനെയാ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവരുത്തുവിൻ. കാരണം യാഗം കഴിച്ച്, അല്ലേ, ദൈവത്തോട് ഉടമ്പടി വെച്ച്, അതിനാ നല്ല വാക്യം, അതാ ഉടമ്പടി എന്നൊരു വാക്യമുണ്ട് ബൈബിളിൽ. നോഹയുടെ ഉടമ്പടി വെച്ചു, അബ്രഹാമിലൂടെ ഉടമ്പടി വെച്ചു, മോശയിലൂടെ, യേശുക്രിസ്തുവിലൂടെ ഉടമ്പടി വെച്ചു. ദൈവം ഇന്നും നമ്മിലൂടെ ഉടമ്പടി വെക്കുന്നുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ ഉടമ്പടിയുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥങ്ങളും ആഴങ്ങളും വ്യാപ്തികളും ഒരു തീ 8 പോലെ ഇറങ്ങിപ്പോകുന്ന പഴയ നിയമത്തിൽ അതൊക്കെ ഉണ്ട്. 8 പോലെ യഹോവയായി ഇറങ്ങിപ്പോകുന്നുണ്ട്, അല്ലേ? ഒരു മൃഗത്തെ അറുത്ത് മുറിച്ചിട്ടിട്ട്
അത് കൂട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, എങ്കിലും ഉടമ്പടി തെറ്റിക്കുക. പക്ഷെ ഒരിക്കലും മുറിച്ചിട്ടൊരു മൃഗത്തെ കൂട്ടി യോജിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടി അതുപോലെ ശക്തമാണെന്നൊക്കെ പറയുന്നത്. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിർത്തി. അപ്പം അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുവിൻ. ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ ആദ്യമായി യാഗം കഴിച്ചത് ഈ യഹോവയായ ദൈവം തന്നെയാണ്. ആദ്യമായി ചോര ചിന്തിയത് യഹോവയാ ആണോ? അല്ല. ആദ്യമായി ചോര ചിന്തിയത് ആരാ? കായിൻ്റെ അനിയൻ ആണോ? കണ്ടല്ലേ? ആദ്യമായി രക്തം ചീന്തിയത് യഹോവ തന്നെയാ. ആദം ഹവ്വയും പാപം ചെയ്തു പോയപ്പോൾ അവരെ മറക്കുവാൻ വേണ്ടി ആദ്യമായി ആ മൃഗത്തെ കൊന്ന് അതിനെ തോൽ കൊണ്ട് ഉടുപ്പിച്ചത് ദൈവം തന്നെയാണ്. നമുക്ക് രക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഭാഗവും നമ്മൾ അവിടെ പഠിക്കാൻ വേണ്ടി എടുക്കും നമ്മളെ ഭാഗമൊക്കെ. യേശുവിൻ്റെ രക്തം 4 ഭാഗത്ത് കടന്നുപോയി. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ ആഴമായി പഠിക്കും നമ്മൾ. അപ്പോൾ ഓക്കെ, വിടുകയാണ്. അപ്പോൾ അവിടെ പറയുന്നു, സങ്കീർത്തനം 50:5 പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുവിൻ. പഴയ നിയമത്തിൽ ഇസ്രായേൽ പറയും, യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്താൽ ഞാൻ എൻ്റെ വചനപ്രകാരം നിങ്ങൾ പോയി യാഗമർപ്പിച്ച് ദൈവമായി നിരപ്പാകണം എന്ന് പറഞ്ഞ് എത്രയോ ഇസ്രായേൽമാർ, യഹൂദന്മാർ പാപപരിഹാരം ചെയ്ത് അവർ ഏറ്റുപറഞ്ഞ് മരിച്ച ആൾക്കാരാ. ഓക്കെ, അങ്ങനെ മരിച്ച ആൾക്കാരെ കർത്താവ് ക്രൂശിൽ മരിച്ച ശേഷം, ഇവിടെ പഠിച്ചിട്ടോന്ന് എനിക്കറിയത്തില്ല, കർത്താവ് ക്രൂശിൽ മരിച്ചിട്ട് എങ്ങോട്ടാ പോയത്? താഴെയാ പഠിച്ചെന്ന് തോന്നുന്നത്, വേറെ എവിടേക്കാണ് പഠിപ്പിച്ചെന്ന് തോന്നുന്നത്. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് 1.5 ദിവസം, വെള്ളിയാഴ്ച വൈകിട്ട് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ 1.5 ദിവസം മാത്രം. അപ്പോൾ യോനോട് പറഞ്ഞ് 3 ദിവസം നീ രാവും പകലും നീ പക്ഷെ 1.5 ദിവസമേ കർത്താവ് കല്ലറയിൽ കിടന്നുള്ളൂ. ശരീരം, അവൻ്റെ ആത്മാവ് 2 പാതാളങ്ങളിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഓക്കെ, വിടുകയാണ്. ഞാൻ നമ്മുടെ വിഷയം പിന്നെ പഠിക്കാം അതിനെക്കുറിച്ച്. കർത്താവ് മരിച്ചിട്ട് പത്രോസിൻ്റെ ലേഖനം 1-3 അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയും, യേശു കർത്താവ് അധമ പാതാളത്തിലേക്കും പോയി, അവിടെയും പ്രസംഗിച്ചു. അവിടെ നിന്ന് കയറി മേൽപാതാളമായ അബ്രഹാമിൻ്റെ മടിയിൽ അവിടെയും പോയി പ്രസംഗിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞ വാക്യമാണിത്. എനിക്ക് ആവശ്യമില്ല എങ്കിൽ പോലും വാക്യം പറയുക. എവിടെ വെച്ച് പറഞ്ഞ വാക്യമാണിത്? എവിടെ വെച്ച് പറഞ്ഞ വാക്യമാ? യേശു കർത്താവ്, പേടിക്കണ്ട, ഇത് ഞാൻ ജസ്റ്റ് എടുത്തു പോകുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ വരുന്ന ആളുകൾ ക്ലാസ്സുകൾ വരും. കർത്താവ് വന്നില്ലെങ്കിൽ, ഞാൻ മരിച്ചില്ലെങ്കിൽ, ഞാൻ പോകില്ലെങ്കിൽ, അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. പത്രോസ് പറയുക, അവൻ്റെ ആത്മാവിൽ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അധമ പാതാളം, കീഴേ പാതാളം, ദുഷ്ടന്മാർ കിടക്കുന്ന പാതാളത്തിലേക്ക് പോയി പ്രസംഗിച്ചു. ഞാനായിരുന്നു ആ നോഹയുടെ പെട്ടകം, എന്നെക്കുറിച്ചായിരുന്നു നോഹ പ്രസംഗിച്ചത്. അനുസരിക്കാത്ത അനുസരണം കെട്ടവരെന്നാണ് വിളിച്ചിരിക്കുന്നത്. ആ വാക്ക് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് 3-ാം അധ്യായത്തിലല്ലേ? അനുസരണം കെട്ടവരോട് പ്രസംഗിച്ചു അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് മുകളിലേക്ക് പോയി. അവിടെ മുകളിൽ എന്തായിരിക്കുന്നത്? പണ്ടൊക്കെ അമ്മമാർ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറുകിലൊക്കെ മുകളിലാണ് വെക്കുന്നത്. അങ്ങനെയല്ല, മുകളിൽ എന്താ ഇരിക്കുന്നത്? മേൽപാതാളം, അബ്രഹാമിൻ്റെ മടി, അപ്പർ ഷിയോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ പോയപ്പോൾ വിശുദ്ധന്മാരായ ഹാബേൽ തുടങ്ങിയുള്ള നല്ല ചെറുപ്പക്കാർ അവിടെ കിടക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ യാഗമർപ്പിച്ചു, നിയമമൊക്കെ ചെയ്ത ആൾക്കാരാ നിങ്ങളെല്ലാവരും. കായിൻ നെട്ടൂർ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും ഓറഞ്ചല്ല മറ്റേ മത്തങ്ങയും കുമ്പളകയും മേടിച്ച് ഇവിടെ കൊടുത്തു. പക്ഷേ ഹാബേലിന് വെളിപ്പാടുണ്ട് അന്ന്. അതുപോലത്തെ ഹാബേലുമാർ ഇന്നും ഉണ്ട് ഇവിടെ, നമ്മുടെ അകത്തുണ്ട് ഹാബേലുമാർ. അവനറിയാം പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും രക്തം ചീന്താതെ വിമോചനമില്ലെന്നും ആത്മാവിന് ഗ്രഹിച്ചറിഞ്ഞ അവനൊക്കെ കാര്യം അറിയാം. അതുകൊണ്ടാണ് പോയത്. നമ്മറിയാം അവൻ ആട്ടിടനായതുകൊണ്ട് ആടിനെ അല്ല, അതുമാത്രമൊന്നുമല്ല, രക്തം ചീന്താതെ വിമോചനമില്ല. ഈ മർമ്മം നിങ്ങൾ കുറിച്ചിട്ടോ? ഓക്കെ, വിടുക, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എപ്പോഴെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ യാഗം കഴിച്ച യേശു കർത്താവ് അപ്പർ ഷിയോൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയിട്ട് പറഞ്ഞു, ഈ വാക്കും പറഞ്ഞു, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായി എൻ്റെ വിശുദ്ധന്മാരെ, വാ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിച്ച യാഗങ്ങളൊന്നും നിങ്ങളുടെ പാപത്തെ വിടുവിക്കാൻ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വേറെ കാര്യം വഴി പഠിക്കാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പകരമായി നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചിരിക്കുക. നിങ്ങൾ ഇന്ന് വിമോചനമായി. ഓക്കെ, മനസ്സിലായോ? സംശയങ്ങൾ വരും, പേടിക്കണ്ട.
ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ദൈവം കർത്താവ് തൻ്റെ കാൽവരി ക്രൂശിൽ മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വിശുദ്ധന്മാരോട് നിഴലായിട്ട് പറഞ്ഞു വെച്ചതാണ്. ഏത്? ഈ പാർട്ട് അല്ലേ, ഈ കാണുന്നതല്ലേ. ഓൾറെഡി ദൈവം പഴയ നിയമത്തിലും പറഞ്ഞു വെച്ചു. എന്നിട്ട് അവരോരോ യാഗം അർപ്പിക്കുമ്പോഴും അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ യാഗത്തിന് നിഴലായിരുന്നു. അതെല്ലാം, എല്ലാ യാഗങ്ങളും. 5 യാഗങ്ങൾ പഠിച്ചോ നിങ്ങൾ വീട്ടിൽ പോയി? അവിടെ എല്ലാം യേശുവിനെ കുറിച്ചാണ് മുഴുവൻ പറയുന്നത്. സമാധാന യാഗങ്ങളും അല്ലേ, വായി വരുന്നില്ല എന്തൊക്കെയോ അല്ലേ, ഹോമയാഗങ്ങളൊക്കെ, അകൃത്യയാഗങ്ങളും, പിന്നൊരു യാഗമുണ്ട്, പേര് ദഹന. ഓക്കെ, അതല്ല, ഒരു നിർമ്മലമായൊരു പേരാ പറയുന്നത്, നിർമ്മലയാഗത്തെക്കുറിച്ച്. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഉണ്ട്. അതല്ല, ഒരു പ്രാവിനെ യാഗർപ്പിക്കുന്നതിന് പിന്നിൽ പറയുന്ന ഒരു മനോഹരമായ വാക്യം അവിടെയുണ്ട്. ഓക്കെ, വിടുക. ഓക്കെ, എന്തുമാകട്ടെ, ഇതെല്ലാം യേശുക്രിസ്തുവിന് നിഴലായിരുന്നു. ഇതൊക്കെ യാഗത്തിന് നിഴലായിരുന്നു അല്ലേ. ഇതെല്ലാം പറഞ്ഞു വെച്ചു അല്ലേ, ഇതെല്ലാം ചെയ്തു വെച്ചു. നമുക്കറിയാം, സങ്കീർത്തനം 50:13 പറയുന്നു, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, ആട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ. ഇതേ ദൈവം തന്നെ കുറച്ചു പറഞ്ഞത് യാഗമർപ്പിക്കാൻ അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതേ ദൈവം തന്നെ കുറച്ചു പറഞ്ഞത് നിങ്ങൾ പാപം ചെയ്താൽ യാഗമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയാ ഞാൻ കുടിക്കുമോ, ഞാൻ കഴിക്കുമോ. അതാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്തുകൊണ്ടാണെന്നല്ലേ. മനസ്സിലായില്ലേ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഞാൻ പൊക്കിയിടും പുറത്തേക്ക്. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് നമ്മൾ ഈ ജഡത്തിൽ ഇങ്ങനെ നിൽക്കാറില്ല. അകത്തെ മനുഷ്യൻ പൊക്കി പുറത്തേക്ക് വരണം, വേറെ വഴിയില്ല. വെളിപ്പാട് പുസ്തകം 13:8 പറയുന്നു, ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടല്ലേ. ലോകസ്ഥാപനം മുതൽ യേശു അർക്കപ്പെട്ടിരിക്കുക. അർക്കപ്പെട്ടോ? ശരിക്കും അർക്കപ്പെട്ടോ? അക്ഷരികമായിട്ട് ഇല്ല. 1993 വർഷമായിട്ടുള്ളൂ. എവിടെ അർക്കപ്പെട്ടിരിക്കുന്നത്? ഹൃദയത്തിൽ. യഹോവയുടെ പുസ്തകത്തിൽ, യഹോവയുടെ ഹൃദയത്തിൽ അല്ലേ. ഓക്കെ, വിടുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ എഫെസ്യർ 3:9 മുതൽ 10 വരെ പഠിക്കുമ്പോൾ സകല സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്നും, ഇതൊക്കെ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളുടെ വ്യവസ്ഥകളാണ്. ഇനി നമ്മൾ ഓരോന്നായി കീറി മുറിച്ച് പഠിക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, പത്രോസ് പറയുന്നുണ്ട്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ആണോ? ഇതാരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ച്. ഇതാരെക്കുറിച്ചാ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ പറയാറില്ലേ, മോൾ താഴെയാണ്. എന്താ? യേശുവിനെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഞാനും ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ താഴെയാണെന്നോളേ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് എവിടെയൊക്കെ വാക്കുണ്ടോ അവിടെയൊക്കെ അവൻ്റെ ശരീരമായ കാന്തയായ മണവാട്ടിയുമുണ്ട്. ഉൽപ്പത്തി 3:15 വേഗം പറ. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആരാത്? ഇപ്പൊ ആരാത്? ഉറക്കത്തിലും പറയണം, അത് യേശുവാ. അപ്പൊ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം പഠിപ്പിക്കുന്നു, സ്ത്രീയുടെ സന്തതി അല്ലേ. സ്ത്രീ, ഒരു സഭയാവുന്ന സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും, ചെങ്കോൽ കൊണ്ട് വാഴുവാൻ അവൻ ജനിച്ചു. തത്സമയം അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പോയി, സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു പോയി. ആരാ കുഞ്ഞ്? സ്ത്രീയുടെ സന്തതി. സഭയല്ല, സഭയിൽ നിന്നുള്ള ജയാളി, സഭയാകുന്ന സ്ത്രീ പ്രസവിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ആളുകൾ വരും, നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. സഭയാകുന്ന സ്ത്രീ പ്രസവിക്കുന്ന ജയാളികൾ. അപ്പോൾ ഉൽപ്പത്തി 3:15 മുതൽ യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെയൊക്കെ അവൻ്റെ കാന്തയും ഉണ്ട്. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുന്നറിയപ്പെട്ടവരാ. ആണോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വാക്ക് എങ്ങനെയാ പറയുന്നത്? നമ്മളെക്കുറിച്ച് മുൻ നിയമിക്കപ്പെട്ടവർ നമ്മളെല്ലാവരും. ഈ അപ്പോസ്തല പ്രവൃത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവർ സുവിശേഷം കേട്ടു എന്ന്. അപ്പോൾ 6-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. എവിടെയുണ്ട്? എടുക്കണ്ട. നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവർ. നമ്മൾ ആരാ? മുൻ നിയമിക്കപ്പെട്ടതാ. ഞാനീ പറയുന്നതേ ആഴങ്ങളിലേക്കൊന്ന് കയറുമ്പോണ്ടല്ലോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാൻ അല്ലെങ്കിൽ മരിക്കുമെന്ന പിതാവിൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നെ 3ആയി മാറുമ്പോൾ ആ പുത്രനിൽ ഞാനും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ മർമ്മങ്ങളും ആഴങ്ങളും ദൈവസ്നേഹമൊക്കെ എൻ്റെ അകത്ത് പ്രകാശിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവപുത്രനായി ഭൂമിയിൽ വെളിപ്പെട്ട് വരുന്നത്. നമ്മളൊക്കെ മനസ്സാവുന്നുണ്ടോ? ഓക്കെ, ഞാനിത് നിങ്ങളെ മോഹിപ്പിക്കുക, നിങ്ങളകത്ത് കൊതിയിടുകയാണ്, ആർത്തി പണ്ടാരമാവാൻ വേണ്ടി അല്ലേ, ദൈവത്തോടുള്ള ആർത്തി, ദൈവസ്നേഹത്തോടുള്ള ആർത്തിയായി തീരാൻ വേണ്ടിയാണ്.
മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അറിയുവാനും അവരുടെ പുത്രനായി തീരാനുള്ള ഒരു ആർത്തി. ഇതിനു വേണ്ടിയല്ല ആർത്തിയല്ല, അത് ഞാൻ കാണാറുണ്ട്, അത് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ടത്. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെയാണ്. ഈ സൺഡേ സ്കൂളിലെ പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് കേക്കിൻ്റെ പീസ് കൊടുക്കും ടീച്ചർമാർ. ഇവിടെ ഉണ്ട് ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ. സൺഡേ സ്കൂളിൽ പിള്ളേർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, എനിക്കറിയാം നല്ലോണം. കണ്ടില്ലെങ്കിൽ എനിക്ക് താഴെ ഇവിടെ ഇരിക്കുമ്പോൾ അറിയാം. ഈ കുട്ടികൾക്കൊക്കെ ഈ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിക്കുമ്പോൾ ഒരു 10-12 പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളെടുത്ത് പിള്ളേർക്ക് കൊടുക്കും. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടില്ല, പിള്ളേർക്ക് കിട്ടുന്ന കേക്ക് മേലൊക്കെയല്ല നോക്കുന്നത്, അവൻ്റെ കയ്യിലേക്ക് ഇതിനേക്കാളും വലിപ്പമാണെന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങളൊക്കെ വലിയ ഉസ്താദ്, നല്ല ആൾക്കാരാണ്. വേണം ഇതും കൂടി കൊടുക്കും നമ്മളല്ലേ, നമ്മൾ ക്രിസ്തുവിന് മക്കളല്ലേ, പിന്നെ വല്ലയിടത്തും പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒക്കെ വിടുകയാണ്. അപ്പോൾ മുന്നറിയിക്കപ്പെട്ടവരാ, അന്ത്യകാലത്ത് വെളിപ്പെട്ടവനാകുന്നു ഒക്കെ വിടുകയാണ്. ഇതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ അല്പമായി പറഞ്ഞതാ. അത് എന്താ പറയുക, ലൂക്കോസ് 24:44 പറയുമ്പോൾ ദൈവം തന്നെ പ്രൊജക്റ്റ് ആരംഭിച്ചുകൊണ്ടിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പാപം ചെയ്ത മനുഷ്യൻ പുറത്തുപോയി. മനസാക്ഷി യുഗം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലഘട്ടം, മനസാക്ഷി യുഗത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നാടകമായി പഠിക്കാം. ഇയ്യോബ്, ഹാനോക്കൊക്കെ മനസാക്ഷി യുഗത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അവരൊക്കെ എങ്ങനെ രക്ഷ പ്രാപിച്ചുവെന്നും അവർ രക്ഷ പ്രാപിക്കാൻ ദൈവം കൊടുത്ത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ അറിയുമ്പോൾ നമുക്ക് ഇതിനോട് മനസ്സിലാവും അതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ ആരംഭിച്ചു അല്ലേ. യേശുക്രിസ്തു എന്ന രക്ഷകനെ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തു അല്ലേ. വെളിപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഒരു മർമ്മങ്ങളും മറഞ്ഞും ഒളിഞ്ഞും നിഴലുമായിട്ട് ആ യേശു കർത്താവ് പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. യാഗങ്ങളായിട്ടും അല്ലേ, ആട്ടുകൊറ്റൻ്റെ യാഗങ്ങളായിട്ട് നിറഞ്ഞിരിക്കുക. ലൂക്കോസ് 24:24 വായിക്കുന്നു, പിന്നെ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെ നിവൃത്തിയാകണം അല്ലേ. ഇതെല്ലാം പഴയ നിയമത്തിലെ 4 വലിയ പ്രവാചകന്മാരിലൂടെയും അല്ലേ, 17 പ്രവാചക ചെറിയ പ്രവാചകന്മാരിലൂടെയൊക്കെ അരുൾ ചെയ്തതൊക്കെ നിവർത്തിയാകണം. വേണ്ടേ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കണമെന്ന് പ്രവാചകന്മാരോട് പറഞ്ഞു തുടങ്ങി. അതിനെ മുൻ അറിവായി നിയമിക്കപ്പെട്ടത് യാഗങ്ങളായി ദൈവം പറഞ്ഞു കൊടുത്തു. അതൊക്കെ കാൽവരി ക്രൂശിൽ സംഭവിക്കണം. ആ സംഭവിച്ച യേശു ആകുന്നു സുവിശേഷം എന്നൊക്കെയാ ലൂക്കോസിലെ യേശു തന്നെ പറയുക, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ ശിഷ്യന്മാരൊക്കെ എടുത്ത് തെളിയിച്ചു കൊടുക്കുക. അപ്പോസ്തലനായ പൗലോസൊക്കെ 9-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു, മിനിസ്ട്രി ആരംഭിച്ചു. 28-ാം അധ്യായം വരുമ്പോൾ താൻ വൃദ്ധനും പടുകളവനുമായി വീണ്ടും റോമിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുക. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ 2 വർഷത്തേക്ക് വീട് വാടക എടുത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്താ പറയുന്നത്, ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിച്ചു. എങ്ങനെയാ? പഴയെന്നും പുതിയതൊക്കെ എടുത്ത് ഇതിനെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഇത് തന്നെയാണ് യേശു. സങ്കീർത്തനത്തിലൊക്കെ എഴുതി വെച്ച യേശു യാഗം കഴിച്ചതിനോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ കൂട്ടിവരുത്താൻ പറഞ്ഞ ആ യാഗം യേശു, അത് ആ മൃഗം യേശു ആകുന്നൊക്കെ വരച്ചു കൊടുക്കുക. ഇന്നലെ ഞങ്ങൾ ഏത് വീട്ടിലാണ് പോയത്, അവിടെ വിഷുവിൻ്റെ അവിടെ വീട്ടിൽ പോയിട്ട് 2 മണിക്കൂറാ. അവർക്ക് എല്ലാം അറിയാം, 2-3 മണിക്കൂറാ. 2 മണിക്ക് പോയതാ, 5 മണിക്ക് അങ്ങോട്ട് പിരിച്ചു പോയത്. വരച്ച് കാണിച്ചു കൊടുക്കുക. യേശു തന്നെയാ ദൈവമെന്ന് തെളിയിച്ചു കൊടുക്കുക. നമ്മൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. നമുക്ക് ഇതുപോലെ തെളിയിച്ചു കൊടുക്കാൻ പറ്റണം. അവൻ തന്നെയാ രക്ഷകൻ, അവൻ മുൻ നിയമിക്കപ്പെട്ടതാ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ. ഇപ്പം യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ട്, ആരാണ്ട് ഒരു വിളിച്ചു പറഞ്ഞ് ഫോണിലൂടെ സുവിശേഷം പറഞ്ഞതാ, ഒരു ലേഡിയാ. അപ്പോൾ അവിടെ നിന്ന് മറിച്ച സൈഡിൽ നിന്ന് ചോദിക്കുക, നോഹയും മക്കളൊക്കെ രക്ഷിക്കപ്പെട്ടു, ബാക്കിയൊക്കെ മരിച്ചുപോയി. അയാൾ സമ്മതിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഈ ചേച്ചിനെ കൊടുക്കാൻ വേണ്ടി അയാൾ ചോദിക്കുക, അപ്പം മക്കൾ ആ മക്കളും പെമ്മക്കളും തമ്മിൽ കല്യാണം കഴിച്ചിട്ടാണല്ലോ പിന്നെ മക്കളുണ്ടായെന്ന് കൊടുക്കാൻ വേണ്ടി ചോദിക്കുക. അവിടെ ഒന്നും അങ്ങനത്തെ വാക്ക് പോലും ഇല്ല. നോഹ്ക്കാകെ 3 മക്കൾ. പേരെന്തൊക്കെയാ? കണ്ണൻ, തോമസ്. അവരുടെ 3 പെമ്മക്കൾ ഭാര്യമാരെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ നോഹയുടെ മക്കൾ എന്ന് പറയുമ്പോൾ അത് ഭാര്യമാരാ. അത് യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് വൈറലായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ മറുപടി പറയാറില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഭാര്യയും മക്കൾ, അച്ഛനും അമ്മയും, നോഹയും ഭാര്യയും, 3 മക്കളും അല്ലേ, 5 പേരായി. അവരുടെ ഭാര്യമാർ 8 പേര് വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പത്രോസ് എഴുതി വെച്ചിരിക്കുക.
ഇത് എന്തിനാ വെറുതെ എന്തിന് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഒരു വ്യാഖ്യാനം വേണ്ട, ഒരു ആത്മാവിൻ്റെ ഗൈഡൻസ് ഒന്നും വേണ്ട, ഡയറക്റ്റായി പറയാൻ പറ്റും നമുക്ക് വളരെ സിമ്പിളായിട്ട്. നാളെ നമ്മൾ വാലുമുറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം നമ്മൾ. കാരണം എങ്ങനെയും കൊടുക്കാൻ വേണ്ടി നാട്ടുകാർ നോക്കിയിരിക്കാം, നമ്മളെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ. എനിക്കറിയാം, ഞങ്ങളൊക്കെ ബൈബിൾ ക്ലാസ്സിലൊക്കെ എത്രയോ ആൾക്കാർ കൊടുക്കാൻ വേണ്ടി വന്നെന്നറിയാം, എത്രയോ ആൾക്കാർ. അവസാനം ക്ലാസ് കഴിയുമ്പോൾ അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ട് പോകണം, അടുത്ത മാസം ഞങ്ങളെ ഇറച്ചി വരണമെന്നൊക്കെ പറഞ്ഞ് എത്രയോ കൊടുക്കാൻ വേണ്ടി. കാരണം എല്ലായിടത്തും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ മോശയുടെ പുസ്തകത്തിലും ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലേക്കും സങ്കീർത്തനങ്ങളിലൊക്കെ എന്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക, നമ്മുടെ രക്ഷയെക്കുറിച്ച്. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്. ഈ ദൈവത്തിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ മനോഹരമായി എഴുതി വെച്ചിരിക്കുക. യെശയ്യാ 53:1 അല്ലേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അല്ലേ. ഇതൊക്കെ പഴയ നിയമത്തിൽ ഓരോരോ കാര്യങ്ങൾ ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ ഭുജബലങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് വളരെ ശക്തമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഇവിടെ അല്ലേ, ദൈവം 10 ബാധകളെ അഴച്ച് ഇസ്രായേലിലെ ദൈവങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടാണ് അവരെ പുറത്തേക്ക് ഇറക്കുന്നത് അല്ലേ. അതെ, ഓക്കെ, ഞാൻ വിടുകയാണ്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ദൈവം തൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു കൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ യുഗം വരെ നമ്മൾ വന്നു നിൽക്കുക. അനാദി മുതൽ ന്യായപ്രമാണ യുഗം വരെ നമ്മൾ വന്നു നിൽക്കുക ദൈവസ്ഥാന മക്കൾക്ക്. അപ്പോൾ ആദമിനെ സൃഷ്ടിച്ചു, ആദവും ഹവ്വയും പാപം ചെയ്ത് വെളിയിൽ പോയി. അവർ ഒരു വലിയ സമൂഹമായി മാറ്റപ്പെട്ടു പോയി. 7ാം തലമുറയായ ഹാനോക്ക് കഴിഞ്ഞ് നോഹ ജനിച്ചു. നോഹക്ക് മെതുശലം എന്ന മകൻ ജനിച്ചു. മെതുശലം ജനിച്ചു, നോഹ ജനിച്ചു. ആ കാലഘട്ടത്തിൽ ഒരു വലിയ ന്യായവിധി ഭൂമിയിൽ ജലപ്രളയത്താൽ നശിപ്പിക്കുന്ന ന്യായവിധി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അല്ലേ. അതിനുശേഷം ഭൂമി മുഴുവൻ നശിച്ചുപോയി, വെള്ളത്താൽ നശിച്ചുപോയി. 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ഭൂമിയിൽ നോഹയുടെ മക്കളിലൂടെ ഒരു വലിയ തലമുറ ഭൂമി മുഴുവനും വളരാൻ തുടങ്ങി. എന്നിട്ടും ആ മക്കളൊക്കെ വഴി തെറ്റിപ്പോയി. വീണ്ടും ലോകം മുഴുവനും വിഗ്രഹാരാധനകളാൽ വീണ്ടും നിറഞ്ഞുപോയി. ഓക്കെ, ഇത്ര മനസ്സിലായി നിങ്ങൾക്ക്? ദൈവം ഉൽപ്പത്തി ഏദൻ തോട്ടത്തിൽ ആദത്തിനെ വിളിച്ചതാ, പക്ഷെ അവിടെ നിന്ന് പുറത്തുപോയി. അതിനുശേഷം അവർ വീണ്ടും പാപം ചെയ്ത് വളർന്ന് നോഹയുടെ കാലഘട്ടത്തിൽ ന്യായവിധി വന്നു, നമുക്കറിയാലേ. പിന്നെ അവർ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. എന്നിട്ടും അവർ തലമുറ വളർന്നപ്പോൾ അവരും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയി. ലോകം മുഴുവനും വിഗ്രഹങ്ങളാൽ നിറയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മറ്റു ദൈവങ്ങളാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യരും വണങ്ങാൻ തുടങ്ങി. അതല്ലേ സത്യം അല്ലേ? വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? മറ്റു ദൈവങ്ങളാൽ അല്ലേ, അതാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവസാനിച്ചോ? ഇല്ല. നമ്മളെപ്പോലെ പാതി വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ആൾക്കാരല്ല കർത്താവ്, നമ്മുടെ പിതാവ്. ദൈവം ഒരു കാര്യം തീരുമാനിച്ച വേണ്ട, നമ്മുടെ പിതാവ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കട്ടയം പടയം മടക്കിയിട്ടേ കർത്താവ് പോകത്തെന്ന് പറഞ്ഞു. നാട്ടുഭാഷയെ പറഞ്ഞതാ, പേടിക്കണ്ട അല്ലേ. അത് അവസാനിപ്പിച്ച് കുത്തിട്ടത്തെ കർത്താവ് പോകത്തുള്ളൂ. നമ്മളെപ്പോലെ അയ്യോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പൂട്ടി പോകുന്ന പരിപാടിയില്ല. എല്ലാം വിട്ടുപോയി. ലോകം മുഴുവനും വിഗ്രഹാരാധന നിറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവം വീണ്ടും തൻ്റെ വചനം സ്റ്റാർട്ട് ചെയ്തു, വചന പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിൽ നിന്ന് പൊക്കിയെടുത്തു. അവൻ്റെ പേരെന്താ? അബ്രഹാം അല്ലേ. ജാതികളുടെ ഇടയിൽ നിന്ന് അബ്രഹാമിൻ്റെ അപ്പൻ അവിടെ നിന്ന് ഏറ്റവും വലിയ ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കമ്പനി തന്നെ അവർക്കുണ്ടായിരുന്നു. വലിയ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്. അവിടെ പോയിരുന്ന അബ്രഹാം അല്ലേ, അബ്രഹാം അവിടെ പോയിരുന്ന ഈ വിഗ്രഹങ്ങൾ അപ്പൻ ഉണ്ടാക്കിക്കൊടുക്കുക. ദൈവം നോക്കിയപ്പോൾ ഇവൻ്റെ അകത്ത് വിഗ്രഹമില്ല. തെരഹിൻ്റെ അകത്തെന്താ? അപ്പൻ്റെ അനിയൻ്റെ അകത്തൊക്കെ എന്താ? അല്ല, നാഹോറിൻ്റെ അകത്ത് എന്തുണ്ട്? വിഗ്രഹം. അവർ കൈകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അവരുടെ അകത്തെന്തുണ്ട്? വിഗ്രഹമുണ്ട്. പക്ഷേ അതിൽ നോക്കിയപ്പോൾ ലോത്തൊക്കെ എല്ലാവരും ഉണ്ട് അവിടെ അല്ലേ. അനിയൻ്റെ മോനൊക്കെ ഉണ്ട്, ചേട്ടൻ്റെ മക്കൾ അബ്രഹാമൊക്കെ ഉണ്ട്. പക്ഷേ സ്വർഗം നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ എന്തില്ല? വിഗ്രഹമില്ല. ദൈവം അവനെ പൊക്കിയെടുത്തു. ഞാൻ ഈ പറഞ്ഞ വാക്ക് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ സംഘത്തിൽ വാക്കുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോയെന്ന് ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ സത്യം, ഒറ്റ വാക്കുകൾ, വേറെ വാക്യം അതിലില്ല. വേറെ വാക്യമൊന്നുമില്ല. എനിക്ക് പറഞ്ഞു തരാൻ വേറെ വാക്യം ഈ ബൈബിളിലില്ലേ, അതുകൊണ്ടാണ്. കണ്ടിട്ടുമില്ല, എനിക്ക് ഉണ്ടോന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ അരിച്ച് പറക്കിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? അബ്രഹാം. അവൻ വിഗ്രഹങ്ങൾ കൈകൊണ്ട് ഉണ്ടായി. ശരി, അവൻ്റെ ജോലിയാണ്, അത് വേറെ വഴിയില്ലല്ലോ. നമുക്ക് ജോലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പം മടിയെടുക്കും.
ഇല്ലേ? ഈ കഞ്ഞി കൊടുക്കത്തില്ല അപ്പൻ. എന്താണെങ്കിൽ അവൻ ഉണ്ടാക്കുമ്പോൾ അവനകത്ത് വിഗ്രഹമില്ല. സ്വർഗത്തിൽ മനസ്സിലായി, ഇവൻ അങ്ങ് പൊക്കാം, അങ്ങോട്ട് പൊക്കി ഇങ്ങനെ എടുത്തു അല്ലേ. അവനിലൂടെ ദൈവത്തിൻ്റെ വീണ്ടും പ്രൊജക്റ്റ് ആരംഭിച്ചു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പ്രൊജക്റ്റ് അല്ലേ. എന്നിട്ട് അബ്രഹാമിലൂടെ ഒരു തലമുറയെ വാർത്തെടുത്തു, ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന തലമുറ അല്ലേ. അതിൽ മോശയെ വിളിച്ച് വേർതിരിച്ച് മാറ്റി ദൈവം ആ മോശയെ നേതാവാക്കി വെച്ച് മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്തു അല്ലേ. ദൈവം അവർക്ക് ആ ഇസ്ലാം യഹൂദൻ എന്ന് പറഞ്ഞ ഒരു ജാതി തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ബോംബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നല്ലേ, മറ്റേ എന്താ മിസൈലിട്ട് കളിക്കുന്ന പരിപാടികളിൽ കളിക്കുന്ന ഇസ്ലാം മക്കളുടെ ആരംഭം ഈ പറഞ്ഞ അബ്രഹാമിൽ നിന്നാ, ഒരു മനുഷ്യൻ നിന്നാ ദൈവം ഈ ജനതയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ പോയാൽ 60% നിരീശ്വരവാദികളാണ്. ഇസ്ലാം പോയാൽ 60% ദൈവമില്ലാതെ വിശ്വസിക്കുന്നവരാ ഇസ്ലാം മക്കൾ, 60%. ഓക്കെ, എവിടെയാണ്? അപ്പോൾ ദൈവം ഇസ്ലാം മക്കൾ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി ഭൂമിയുടെ നടുക്ക്, ഉരുണ്ട ഭൂമിയുടെ നടുക്ക് ഒരു തൂക്കുകെട്ട കറക്റ്റ് നടുക്ക് സെൻറ്ററിലേക്ക് ഒരു കല്ലിട്ടാൽ അത് എവിടെ വന്ന് വീഴുമോ ആ നടുക്ക് അവിടെ ഒരു വട്ടം വരച്ചിട്ട് അല്ലേ, കോല് പോലെയൊക്കെ വരച്ചിട്ട് പറഞ്ഞ് ഇതാ നിന്റെ രാജ്യം എന്ന് പറഞ്ഞു കൊടുത്തു. ഭൂമിയുടെ നടുക്കാണ് ദൈവം ഇസ്രായേൽ മക്കളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ ദൈവം ഇസ്ലാം മക്കളെ ഭൂമിയുടെ നടുക്കാക്കി വെച്ചത്? ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്കിതിന് വെള്ളം കുടിക്കാമല്ലോ. പറ, എന്തിനാ ദൈവം ഇസ്ലാം മക്കളെ ഭൂമിയുടെ നടുക്ക് കറക്റ്റ് ഒരു കല്ലിട്ട് ആ ഭൂമിയുടെ നടുക്ക് വന്ന് വീഴും, ആ നടുക്കാണ് ദൈവം ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിച്ചത്? എന്തിനു വേണ്ടിയാ? ഇവിടെ ആ പടം നോക്കിയാൽ മതി. ലോകം മുഴുവനും വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം, ദൈവം ആരെന്നറിയാതെ കുരുടന്മാരായ ജനങ്ങൾ വഴിവിട്ട് ജീവിക്കുമ്പോൾ ദൈവം ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ പൊക്കിയെടുത്തു. ആരിലൂടെയാ? അബ്രഹാമിലൂടെ, യാക്കോബിലൂടെ 12 ഗോത്രങ്ങളിലൂടെയൊക്കെ ദൈവം എടുത്തു അല്ലേ. അവർ മിസ്രൈമിൽ വളർന്നു വന്നു, മോശ ജനിപ്പിച്ചു, മോശയിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവർക്ക് ദൈവം എന്തിനറിയാമോ? ദൈവത്തെ തന്നെ അവർക്ക് കൊടുത്തു, ഭൂമിയുടെ നടുക്ക് അവരാക്കി വെച്ചു. കാരണം ദൈവത്തെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ സാക്ഷാൽ തേജോമാനായ ദൈവത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ അടക്കി വെച്ചത്. വെളിച്ചത്തിൻ്റെ കൂട്ടർ, ലോകം മുഴുവൻ ഇരുണ്ട് കിടക്കുന്ന, വിഗ്രഹാരാധന ചെയ്ത് നടക്കുന്ന ആ ജനങ്ങളെയെല്ലാം സാക്ഷാൽ ദൈവത്തെ സേവിക്കുന്ന കൂട്ടരിലൂടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാ. ഇന്ന് നമ്മളെ അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നത്, നമ്മളെയും ഇന്നിവിടെ ആക്കി വെച്ചിരിക്കുന്നത് ജാതികൾക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാ. ആണോ? യോഹന്നാൻ സ്നാപകൻ വിളക്കായിരുന്നു. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ വിളക്കല്ല, വെളിച്ചമായിരുന്നു. നമ്മെ വിളിച്ചപ്പോൾ നാം ലോകത്തിൻ്റെ വിളക്കല്ല, നമ്മളിലൂടെയാ വെളിച്ചം, നമ്മളിലൂടെയാ ലോകക്കാർക്ക് വെളിച്ചം കിട്ടേണ്ടത്. നമ്മളിത് ആക്കി വെച്ചിരിക്കുക. ആക്കി വെച്ചെങ്കിൽ ആക്കി വെച്ചവൻ കണക്ക് ചോദിച്ചോളും. ആമേന്നുള്ള കൈകാലം മറക്കണം. ഇത് നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ നിസ്സാര ജീവിതം കുട്ടിക്കളിയാക്കിയെടുത്ത് ക്രിസ്തീയ ജീവിതം ഇന്ന് പോണില്ല. വളരെ നമ്മുടെ ഓരോ സെക്കൻഡിനും വിലയുണ്ട്, അതിന് കണക്ക് പറയേണ്ടി വരും. നമുക്ക് തല്ലാനും കൊല്ലാൻ വേണ്ടിയല്ല. എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദൈവം അബ്രഹാമിൽ ഒരു വലിയ ജനതയെ ഉണ്ടാക്കി, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ ആ മോശയിലൂടെയൊക്കെ മോശയിലൂടെയൊക്കെ ദൈവം അവരെ തന്നെ ദൈവത്തെ തന്നെ അവർ കൊടുത്തു. അതുമാത്രമല്ല, ദൈവം അവർക്ക് നിയമങ്ങൾ കൊടുത്തു അല്ലേ. ലോകത്തിൽ നിയമമില്ലാത്ത വല്ലാത്തൊരു ജാതികളാണ് ലോകത്തുള്ളത്. ആണോ? അതന്നെ, ലോകത്തിൽ നിയമമില്ല. അവരവരുടെ മനസ്സാക്ഷി, അവരവരുടെ ഹൃദയമാണ് അവർക്ക് നിയമം. അങ്ങനെ ജീവിക്കുന്ന ലോകക്കാർ, വിഗ്രഹത്തെ സേവിക്കുന്നവരൊക്കെ അത് തന്നെയാ, അവർ തന്നെ അവരുടെ ദൈവങ്ങൾ അല്ലേ. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ധ്യാന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ശൂന്യമാക്കാനാണ് പറയുന്നത്. നമ്മളിങ്ങനെയൊക്കെ എന്നിട്ട് അല്ലേ മനസ്സൊക്കെ ശൂന്യമാക്കുക, അല്ലെങ്കിൽ ഒരു വെളിച്ചം കാണുന്ന വെളിച്ചത്തേക്ക് നോക്കി ഇങ്ങനെ മനസ്സ് വിചാരിച്ച് മനസ്സ് മുഴുവൻ ശൂന്യമാക്കാനാണ് പറയുന്നത്. അവിടെ സ്വയമാണ് വളർന്നു വരുന്നത്. എന്താണ് കാര്യം വേറെ പിന്നീട് പഠിക്കാം നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ. നമ്മുടെ സ്വയമാണ് പൊങ്ങി വരുന്നത്. പക്ഷെ ഇവിടെ പറയും ദൈവം പ്രമാണം കൊടുത്തു അവർക്ക്. രണ്ടാമത് പിന്നീട് അവർക്ക് വാഗ്ദത്തങ്ങളും അവകാശങ്ങളും കൊടുത്തു. ആർക്കാ? ദൈവത്തിൻ്റെ മക്കൾക്ക്, ഇസ്രായേൽ മക്കൾക്ക്. ആണോ? എന്തൊക്കെ ഉറക്കം നോക്കി തുടങ്ങിയില്ല, സമയം നേരത്തെ നിർത്താമെന്ന്. മൂന്നാമത് അവർക്ക് പുരോഹിതന്മാരെ കൊടുത്തു. ആണല്ലോ, നല്ല പുരോഹിതന്മാരെ. അവർക്ക് യാഗങ്ങൾ കൊടുത്തു സമകക്ക. വീണ്ടും അവർക്ക് ഫെസ്റ്റിവൽ, അവർക്ക് ഉത്സവങ്ങൾ കൊടുത്തു. അവർക്ക് ദൈവം തന്നെ കൊടുത്തു. ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊടുത്തു, ഉത്സവങ്ങൾ കൊടുത്തു, യാഗങ്ങൾ കൊടുത്തു, പുരോഹിതന്മാരെ കൊടുത്തു, ആലയം കൊടുത്തു.
എല്ലാം ഈ ജനതയ്ക്ക് കൊടുത്തു. എല്ലാവർക്കും അല്ല, ഈ ഒരു ജനതയ്ക്ക് മാത്രം. ക്ലിയർ ആണല്ലോ? അവരിലൂടെ ആയിരിക്കണം ഈ നടുക്ക് നിർത്തിയ ഇസ്രായേൽ മക്കളെ ലോകം മുഴുവനും കാണേണ്ടത് അവരിലൂടെ ആയിരിക്കണം. പക്ഷേ അവർ പരാജയപ്പെട്ടു പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, അല്ലേ, അബ്രഹാമിനെയൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവിടെ മുതലാണ് അബ്രഹാമിൻ്റെ വിളി ആരംഭിക്കുന്നത്, അല്ലേ? അങ്ങനെ തൊട്ട് മുമ്പ് വരെ ഉണ്ട്. 11-ാം അധ്യായത്തിൽ ലാസ്റ്റ് വാക്യം മുതൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോഴാണ് മെസൊപ്പൊത്താമ്യയിലായിരിക്കുമ്പോൾ തന്നെ അബ്രഹാമിന് ദൈവം വെളിപ്പെടുന്നുണ്ട്, അല്ലേ? അതിനു മുമ്പ് തന്നെ ദൈവം ഇടപെടുന്നുണ്ട്. എവിടെയൊക്കെ സമയങ്ങളിൽ ദൈവം ഇടപെടുന്നുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 8 വരെ പഠിക്കുമ്പോൾ, സങ്കീർത്തനം 147 സങ്കീർത്തനം പഠിക്കുമ്പോൾ, അതിൻ്റെ 19-20 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല, അല്ലേ? അപ്പോൾ സങ്കീർത്തനം 147 സങ്കീർത്തനം 19 മുതൽ 20 പഠിക്കുമ്പോൾ ദൈവം ആർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്? ഇതൊക്കെ അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. ഇത് അങ്ങനെ ഒരു ജാതിക്ക് അവൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്നേ, അല്ലേ? അവൻ്റെ വിധികൾ അവർക്ക് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ദൈവം കൊടുത്തത് ഈ പ്രമാണങ്ങളും യാഗങ്ങളും ഉത്സവങ്ങളും ആലയങ്ങളൊക്കെ ദൈവം കൊടുത്തത് ഇസ്രായേലിന് മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെ പഠിക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കുവാൻ ചില ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ജനതയായി ലോകത്തിൻ്റെ മധ്യേ വാഴുവാൻ വേണ്ടിയാ ദൈവം വിളിച്ചത് നമ്മളെയും, അല്ലേ? ദൈവത്തിന് ആ പരിശുദ്ധാത്മാവിന് നിയമം നമ്മുടെ അകത്ത് എഴുതി, ആത്മാവിന് നിയമം, അല്ലേ? അതുകൊണ്ട് അതിന് പറഞ്ഞ് വാക്കിൻ സ്പിരിറ്റ്, ആത്മാവിനനുസരിച്ച് നടക്കുക എന്ന് കർത്താവ് പറഞ്ഞു, അല്ലേ? എന്നിട്ട് ജഡത്തെയും ലോകത്തെയും പിശാചിനെയൊക്കെ ജയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജയാളിയായി ജീവിക്കുന്ന ഒരു ജീവിതം ലോകത്തിന് മേൽ കാഴ്ചവെക്കാൻ വേണ്ടിയാ. പക്ഷേ അനേക വിശ്വാസികളും ശപിക്കപ്പെട്ടല്ലേ, വീണ്ടും ലംഘിച്ച്, നിയമങ്ങൾ ലംഘിച്ച്, പ്രമാണങ്ങൾ ലംഘിച്ച്, ദൈവത്തെ അറിയാതെ വഴിതെറ്റിപ്പോയി വീണ്ടും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് അടിമയായി രോഗത്താലൊക്കെ പീഡിപ്പിക്കപ്പെട്ട് ശാപത്താൽ അടിമയായി ജീവിക്കുന്ന എത്രയോ വിശ്വാസികളാണ് നമ്മുടെക്കിടയിലുള്ളത്, അല്ലേ? നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. മറന്നു പോകരുത്. കാരണം ഇതൊക്കെ തന്നെ പ്രശ്നം. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത പ്രശ്നം. മറന്നു പോകരുത്. അവൻ സാക്ഷാൽ ദൈവമാണ്, തേജോമാനായ ദൈവം. അവൻ്റെ വാക്കുകൾക്ക് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ വാക്കുകൾക്ക് ഉവ്വെന്ന് മാത്രമേ ഉള്ളൂ, ഉവ്വ അല്ലെങ്കിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കാൻ ചെയ്ത നിങ്ങൾ അനുസരിച്ച് നടപ്പാൻ എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. നമ്മോട് തന്നെയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനമെന്ന് ജനം തന്നെയെന്ന് പറയും. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, അല്ലേ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലൊക്കെ ലോകത്തിന് മുമ്പിൽ ദൈവജ്ഞാനത്തിനൊത്തവണ്ണമായിരിക്കണം, ദൈവനീതിക്കൊത്തവണ്ണമായിരിക്കണം. അതിനുവേണ്ടിയാ ഈ തലമുറയിലും ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടി, അല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വീട് കിട്ടാനും കാറ് കിട്ടാനും രോഗസൗഖ്യം വേണ്ടി അല്ല. ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടിയാ എന്നെയും നിങ്ങളെയും പുത്രന്റെ ജീവൻ കൊടുത്ത് വിലക്ക് വാങ്ങി ഇന്ന് ഈ ഇളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മളിലൂടെ നമ്മുടെ ദേശങ്ങളിൽ, ഭവനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ നാട്ടുകാർ പറയും അവനെന്തോ മാറ്റമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് മഹത്വം. ഈ തലമുറയിലും ദൈവം അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെയാ. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ദൈവം ഭൂമിയുടെ നടുക്ക് അവരാക്കി വെച്ചു ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടിയാ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെ പഠിക്കുമ്പോൾ, ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നുണ്ടല്ലേ? ആണോ? ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നത് കാണാൻ കഴിയും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം അബ്രഹാം എന്ന് പറഞ്ഞ
ഒരു ജനതയെ, ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് വിളിച്ചുവെന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഭൂമി മുഴുവനും വിഗ്രഹാരാധന. ഈ കാണുന്ന ദൈവങ്ങളാ മുഴുവനും. ഇത് പോരാ, പടം ചെയ്താകുമെന്ന് വിചാരിച്ച ഞാൻ അത്ര കാണിച്ചല്ലോ. കാരണം ലോകത്തിലെ സകലവിധ വിഗ്രഹാരാധനകളുടെയും മതത്തിൻ്റെയും ആരംഭം എവിടെ നിന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ശീനാർ ദേശം. സകല വിഗ്രഹാരാധനയുടെയും മ്ലേച്ഛതയുടെയും ആരംഭം ഇറാഖ്, ബാബിലോണിലുള്ള ശീനാർ ദേശം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അവിടെയാണ് യഥാർത്ഥമായ അമ്മയും കുഞ്ഞിൻ്റെയും ജനനം. അമ്മയും കുഞ്ഞുമില്ലേ അല്ലേ? മറിയവും കുഞ്ഞും. അവിടെ കൃഷ്ണനും രാധയും. ഇന്ന് അങ്ങനെ ബൈബിൾ വരെ ഇറക്കി. കൃഷ്ണനും രാധയുടെയും പടം വെച്ചുകൊണ്ട് അത് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് ഒരു ബൈബിൾ വരെ POC ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ വായിച്ചത് ഞാൻ അതിനെക്കുറിച്ച്. കാരണം ഏകമതം വരാൻ പോകുന്നു. 2 പേരെ വെളിപ്പെടാൻ പോകുന്നു. ഒന്ന് അന്തിക്രിസ്തു, അല്ലെങ്കിൽ അന്തിക്രിസ്തു വാക്കില്ല, എതിർ ക്രിസ്തു എന്നാ ഞാൻ പഠിക്കാൻ എളുപ്പത്തിനാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അന്തിക്രിസ്തു അവൻ രാഷ്ട്രീയ നേതാവായിരിക്കും. രണ്ടാമത് ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നത് കള്ളപ്രവാചകൻ. ഇവൻ മതത്തിന് നേതാവായിരിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 17-18 പഠിക്കുമ്പോൾ 17-ാം അധ്യായം, എൻ്റെ ഓർമ്മ 17-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നുണ്ട് 7 മലകളുടെ പുറത്തിരിക്കുന്ന റോമിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 17 ഇറാഖിലെ ബാബിലോണിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാപാര ബാബിലിനെ കുറിച്ച് 18 പറയുന്നത് അല്ലേ? മഹദിയാം ബാബിലോണെന്ന് മർമ്മമെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. വിടുക, നമ്മുടെ വിഷയം വന്നല്ലോ. അപ്പോൾ ലോകം മുഴുവനും ഇതുപോലെ വിഗ്രഹാരാധനകൾ നിറഞ്ഞിരിക്കുക. നമ്മുടെ ഇന്ത്യയിലും കുറവൊന്നുമില്ലല്ലോ, ഒട്ടും കുറവില്ല. ഞാൻ നേരത്തെ ഒരു വർഷം ഇവിടെ പറഞ്ഞതാ, നോർത്ത് ഇന്ത്യയിൽ ഒരു സോളാർ കമ്പനി നാട്ടുകാരെ കൂടി അടിച്ചു പൊളിച്ചു. സോളാർ കമ്പനി, സോളാർ അറിയാമോ? ഓക്കെ, വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടി ബൾബ് കത്തിക്കുന്ന സോളാർ സിസ്റ്റം. ആ കമ്പനി ഹിന്ദിക്കാർ, നല്ല ഹിന്ദിക്കാർ, ആൾക്കാരൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് കളഞ്ഞു. ചോദിച്ചപ്പോൾ എന്താണെന്ന് പറയുന്നത് അറിയാമോ? ഞങ്ങളുടെ സൂര്യദേവൻ ഇഷ്ടമല്ല, ഞങ്ങളുടെ സൂര്യദേവൻ കോപിച്ചിരിക്കുന്നു, സൂര്യദേവൻ്റെ ആ കിരണങ്ങൾ പ്രാപിച്ച് ഇവൻ പൈസ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചെന്ന്. എന്ത് വിവരക്കാണെന്ന് എനിക്ക്, ഞാൻ പറയും ഇത്രക്കൊന്നും വിവരക്ക്. ഇതാ മനുഷ്യൻ്റെ ഗതികേട്. അതുകൊണ്ട് ആ വിഗ്രഹം പുറത്തേക്കാളുന്ന വിഗ്രഹം അകത്തായി പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണമല്ലെങ്കിൽ സോളാർ വീട്ടിലുണ്ടോ? സൂര്യദേവൻ കോപിച്ചിരിക്കുക, എടുത്ത് മാറ്റിക്കോ. എന്തൊക്കെ ഞാൻ മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കുമോ എനിക്കറിയില്ല. ഓക്കെ, വിടുക. അപ്പോൾ അവിടെ ദൈവം അവരെ യോശുവനെ പറയേണ്ട വേറെന്താ കുറേ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇത് എല്ലാം പറയേണ്ട ആവശ്യം നമുക്കില്ല. അബ്രഹാമിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാം വാക്യത്തിലൊക്കെ കാണാൻ കഴിയും. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്താമ്യയിൽ നിന്ന്, അല്ലേ, ഹാരാനിൽ വെച്ചാൽ അതിനു മുമ്പേ ദൈവം ഇടപെടുന്നുണ്ട്. ഇരിക്കുമ്പോൾ തന്നെ തേജോമായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാമിനോട് ഒരു ജനതയെ ദൈവം വാർത്തുണ്ടാക്കിയല്ലേ. ഓക്കെ, എവിടെ ഇത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അപ്പോൾ അബ്രഹാമിലൂടെ ദൈവം ഒരു വലിയ ജനതയെ വാർത്തുണ്ടാക്കി. അതിൻ്റെ പേരാ ഇസ്രായേൽ എന്ന് പറയുന്ന കൂട്ട്. അവരെ എവിടെ വെച്ചിരിക്കുന്നത്? ഭൂമിയുടെ കറക്റ്റ് നടുക്ക് അല്ലേ അവിടെ വെച്ചിരിക്കുക. ലോകത്തിന് വെളിച്ചമായി തീരാൻ വേണ്ടി വെച്ചതാ ദൈവം. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാ നമ്മളിന്ന് പഠിച്ചപ്പോൾ അവസാനിപ്പിക്കുന്നത്, ദൈവം ഭൂമിയുടെ നടുക്ക് ഇസ്രായേലിനെ ആക്കി വെച്ചു. തുടർന്ന് ആ ഇസ്രായേൽ മക്കൾക്ക്, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ വിട്ടേക്കാം, ആ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഓരോ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പ്രവാചകന്മാരിലൊക്കെ വെളിപ്പാട് കൊടുത്തു. ഈ യേശു കർത്താവ് ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്നൊക്കെ പതിയെ അല്ലേ പ്രവാചകന്മാരോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്നത് ദൈവം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഗോത്രത്തെ, ഒരു കൂട്ടത്തെ വിളിച്ചു നിർത്തി അവർക്ക് ദൈവത്തെ കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു, ഉത്സവങ്ങൾ കൊടുത്തു, പിന്നെ എന്തൊക്കെയാ യാഗങ്ങൾ കൊടുത്തു, ഒക്കെ കൊടുത്തു നിർത്തിയിരിക്കുക. എന്നിട്ട് അവരിലൂടെ അവരിലെ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി പതിയെ. എങ്ങനെയാ? ഒന്ന്, ഏത് ഗോത്രത്തിൽ യേശു ജനിക്കുമെന്ന്. നമ്മുടെ വിഷയം എന്താ? യേശു മുൻ നിയമിക്കപ്പെട്ടു. നമ്മുടെ വിഷയം അതല്ലേ, പഠിച്ചിട്ടല്ലേ? യേശു മുൻ നിയമിക്കപ്പെട്ടു.
എന്നിട്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിലൂടെ ദൈവത്തെ കൊടുത്തു. എന്നിട്ട് ആയിഷ മക്കളിലൂടെ അവർ ജനിക്കുന്ന പ്രവാചകന്മാരിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പതിയെ പതിയെ പറയാൻ തുടങ്ങി. യേശു ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 49:10 വാക്യത്തിലും ലൂക്കോസ് 3:33 അതിനെക്കുറിച്ച് കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചോദിച്ചാൽ ഞാൻ നോട്ട്സ് തരാം. കാരണം പഴയയിൽ നിന്നും പുതിയയിൽ നിന്നും വിഭാഗിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥമായ ഒരു ബൈബിൾ ടീച്ചർ. മത്തായി 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, അങ്ങ് ആഴമായ മർമ്മങ്ങൾ കിടക്കുന്ന 7 ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കിടക്കുന്ന പുസ്തകമാണ് മത്തായി 13-ാം അധ്യായം. ആ 13-ാം അധ്യായം വായിച്ച് യേശു കർത്താവ് 7 വലിയ മർമ്മങ്ങളെക്കുറിച്ച് ഉപമകളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് താഴേക്ക് വന്നിട്ട് പറയുക, ഒരു ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ ടീച്ചർ അല്ലേ, എന്ത് ചെയ്യണം? അവൻ പഴയ നിന്നും പുതിയിൽ നിന്നും ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നതായിരിക്കണം. ഞങ്ങൾക്ക് പഠനം ഞങ്ങൾക്ക് വേണ്ട, കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തിൻ്റെയും പഴയതും പുതിയതും നമ്മൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കും. കർത്താവ് പറയുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. പഴയതും പുതിയതൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യാഗങ്ങളെക്കുറിച്ച് പഠിച്ചാൽ യേശുവിൻ്റെ യാഗത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. ഉത്സവങ്ങളെക്കുറിച്ച് പഠിച്ചാൽ എന്താ പറയുക, പെസഹ പെരുന്നാൾ, ഇസ്രായേൽ മക്കൾ ആയിത്ത ഉത്സവമാണ് ഏത്? പെസഹ. രണ്ടാമതാ പുളിപ്പില്ലാത്ത അപ്പം, ആദ്യഫലക്കറ്റ അല്ലേ? അതൊക്കെ എന്താ? യേശുവിൻ്റെ യാഗം. മാനസാന്തത്തെക്കുറിച്ച് പറയുന്ന പുളിപ്പില്ലാത്ത അപ്പം. അടുത്തെന്താ? ആദ്യഫലക്കറ്റ, യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉത്സവം അവിടെ നിവൃത്തിയായി. അടുത്തെന്താ? 50-ാം ദിവസം എന്താ സംഭവിച്ചത്? പെന്തക്കോസ്ത് പെരുന്നാൾ. 7 ഉത്സവങ്ങൾ കൊടുത്തില്ലേ? അത് 4-ാമത്തെ ഉത്സവം എന്താ? പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലേ? അത് നിവൃത്തിയായോ? 50-ാം ദിവസം നിവൃത്തിയായി. ഇനി അടുത്ത് എന്താ വരാൻ പോകുന്നത്? വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, കാഹളധ്വനി പെരുന്നാൾ. അതെപ്പോൾ വരും? അതിനുവേണ്ടി ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അല്ലേ? ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയാ, അവൻ്റെ കാഹളധ്വനിക്ക് വേണ്ടിയാ. അതിനുശേഷം മഹാപാപ പരിഹാര ദിനമുണ്ട്, അത് ഉത്സവമാണ്. ഇസ്രായേലിൻ്റെ മുഴുപാപത്തെയും വിടുവാൻ പാപപരിഹാര ദിവസം, അതാണ് 7 വർഷ പീഡനകാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതിനുശേഷമാണ് കൂടാരപ്പെരുന്നാൾ, ദൈവവും മനുഷ്യൻ ഒരുമിച്ച് കൂടാരപ്പെരുന്നാൾ വസിക്കാൻ പോകുന്നത്. അവിടെ ഞാനും നിങ്ങളും ഉണ്ടാകും. ഇരിപ്പ് കണ്ടിട്ട് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലേ, എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ നിർത്താൻ പോകുക. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഇസ്രായേൽ മക്കളുടെ പതിയെ പതിയെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു കർത്താവ് ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്ന് അവിടെ കാണാൻ കഴിയും. അവൻ ഏത് സ്ഥലത്ത് ജനിക്കുമെന്ന് എഴുതി വെച്ചു. രണ്ടാമത്തെ കാര്യം അല്ലേ, ബത്ലഹേം എന്ന് പറഞ്ഞ സ്ഥലത്ത് മീഖാ പ്രവാചകനിലൂടെ ലൂക്കോസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് സമയത്ത് യേശു ജനിക്കുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചു. ഏത് സമയത്താ? സെൻസസ് നടന്നു ആദ്യമായിട്ട്. യഹൂദന്മാരൊക്കെ ചിതറിക്കിടക്കുക, പലയിടത്തും കിടക്കുക. അവിടെ നിന്നൊക്കെ അവർ ഓടി എവിടെ വന്നു? ബത്ലഹേം വന്നു. അവിടെ വന്നില്ലേ? യോസേഫും ഭാര്യയും വന്നില്ലേ? പ്രസവകാലമായപ്പോൾ സെൻസസ് നടന്നില്ലേ? വെറുതെ ഈ സെൻസസ് നിങ്ങൾ വെറുതെ എടുക്കല്ലേ. ഇതിൻ്റെ അവസാന സെൻസസ് ആണ് ഒരു 9 വർഷം 10 വർഷം മുമ്പ് സംഭവിച്ചത്. അല്ലെങ്കിൽ അന്ന് നടന്നതിൻ്റെ വീണ്ടും ആരംഭിച്ച സെൻസസ്, വീണ്ടും ആരംഭിച്ചത്. ആധാർ കാർഡിന് വേണ്ടി സെൻസസ് നടന്നോ? 1-2 സെൻസസ് ഒക്കെ. ഒടുക്കത്തെ സെൻസസ് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ അവസാന നിമിഷമാണിതെല്ലാം. എല്ലാം ലാസ്റ്റിലേക്ക് പോകുക. അന്ന് പൂർത്തിയായി, യേശു ക്രിസ്തു ജനനം പൂർത്തിയാക്കി. ഇന്ന് അവൻ്റെ വരവും പൂർത്തിയാക്കാൻ വേണ്ടി ഒരുക്കത്തിലേക്കാണ് സെൻസസ് ഒക്കെ പോകുന്നത്. വേണ്ടേ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ യേശു എങ്ങനെ ജനിക്കുമെന്നൊക്കെ, ആരിൽ നിന്ന് ജനിക്കുമെന്നൊക്കെ പറഞ്ഞല്ലേ. ഒരു ഗർഭിണി, എന്താ പറയുക, വെർജിൻ, ഒരു കന്യകയായ സ്ത്രീയിൽ നിന്ന് ജനിക്കുമെന്ന് ദൈവം എഴുതി വെച്ചു പ്രവാചകന്മാരിലൂടെ. അവൻ്റെ ജനനം എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ, തിങ്സ് ടു ഹാപ്പൻ അറ്റ് ഹിസ്, അവൻ്റെ ജനനത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ഓരോന്നായി പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുക. യേശു ജനിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക. യേശു എങ്ങനെ സംസാരിച്ചത്? പാരബിൾസ് അല്ലേ, ഉപമകളിലൂടെ സംസാരിച്ചു യേശു. ഇത് അതുവരെ പ്രവാചകന്മാരിലൂടെ എഴുതി വെച്ചിരിക്കുക. വരാൻ പോകുന്ന രക്ഷകൻ, ആ രക്ഷകൻ വാ തുറക്കുന്നത് മുഴുവനും ഉപമകളിലൂടെ ആയിരിക്കുള്ളൂ. നമ്മളൊക്കെ നാട്ടിലെ കുറ്റം പറഞ്ഞാൽ നമ്മളൊക്കെ വാ തുറക്കണം അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലല്ലേ. യേശു വാ തുറക്കുന്ന ഒരു ഉപമകളിലൂടെയാണ്. അതൊക്കെ എഴുതി വെച്ച് പ്രവാചകന്മാരും എഴുതി വെച്ചിരിക്കുക. ഇതെന്തിനാ എഴുതി വെച്ചെന്നറിയാമോ? എന്തിനു വേണ്ടി ഇതൊക്കെ എഴുതി വെച്ചത് പ്രവാചകന്മാരിലൂടെ? പറ, ഇത്തിരി വെള്ളം കുടിക്കട്ടെ. നമുക്ക് പഠിക്കാൻ വേണ്ടിയില്ല, നമ്മളില്ലല്ലോ, നമ്മളിപ്പോഴല്ലേ.
ആ അവൻ വെളിപ്പെട്ട് വരുമ്പോൾ അവൻ തന്നെയാണ് മെശിഹയെന്ന് ഇസ്രായേൽ വെളിപ്പെടാൻ വേണ്ടിയാ. ആണോ? യെസ്. എന്നിട്ട് ഇത് പറഞ്ഞു വിടുക, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. എന്നിട്ട് ഹി വിൽ ബി നോൺ ആസ് എ പ്രൊഫറ്റ്, ഒരു പ്രവാചകനായി അവൻ വിളിക്കപ്പെടുവെന്ന് ഈ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞിരിക്കുക. യേശു ഒരു പ്രവാചകനായി ഭൂമിയിൽ വെളിപ്പെട്ട് വന്നു അല്ലേ? ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ, ഒരു പ്രൊഫറ്റായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞു. ഹി വിൽ ബി റിജക്റ്റഡ് ബൈ ഹിസ് ഓൺ പീപ്പിൾ, അവൻ്റെ സ്വന്തം ജനങ്ങളാൽ അവൻ തിരസ്കരിക്കപ്പെടുമെന്ന് അല്ലേ, റിജക്റ്റഡ് ആവുന്നതൊക്കെ എഴുതി വെച്ചിരിക്കുക. കാരണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവൻ തന്നെയാണ് മെശിഹയെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാ അല്ലേ. എന്നിട്ട് അവൻ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന് എബ്രായ ലേഖനത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. സ്വന്തം കൂട്ടുകാരനായി തള്ളപ്പെടുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. 30 വെള്ളിക്കാശിന് ഒറ്റിക്കെടുക്കുമെന്നൊക്കെ, കൂട്ടുകാരൻ ഒറ്റിക്കെടുക്കുമെന്നൊക്കെ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുക. സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവൻ തന്നെ മെശിഹയെന്ന് നമുക്ക് മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവർ ഓരോ ശനിയാഴ്ചയും ശബ്ബത്ത് ദിവസമൊക്കെ അവർ കൂടി വരുമ്പോൾ ഇതേ വാക്യമാണ് വായിക്കുന്നത്. പക്ഷേ ഹൃദയം കഠിനപ്പെട്ടു പോയി. നമ്മളും ചെക്ക് ചെയ്യുക. ആകുല ചിന്തകളാലും, ഞാൻ പറഞ്ഞ ലൂക്കോസിന്റെ വാക്യമാ, കർത്താവ് വെളിപ്പെട്ട് വരുമ്പോൾ ഉപജീവന ചിന്തകളാലും നമ്മളും കഠിനപ്പെട്ടു പോയാലുണ്ടല്ലോ, ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവന് 30 വെള്ളിക്കാശിന് കൊട്ടിക്കൊടുക്കും. എന്തുകൊണ്ട് 30 വെള്ളിക്കാശ് അല്ലേ? 40 മേടിച്ചില്ലല്ലോ. 40 മേടിച്ചാ? 30 മേടിച്ചുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാം? 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ പഠനം പഠിക്കണം. ആ 30 വെള്ളിക്കാശിന് അർത്ഥം അറിയണമെങ്കിൽ ഓക്കെ വിടുകയാ. അവൻ തുപ്പലിനും അല്ലേ അടിക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നൊക്കെ പഴയ നിമിത്തി പറഞ്ഞു വെച്ചിരിക്കുക. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുമെന്ന് എഴുതി വെച്ചിരിക്കുക. ഇടക്കിടക്ക് എൻ്റെ അപ്പുറം കാണാറുണ്ട്. തമാശ പറഞ്ഞ കേട്ടോ. നോക്കി അടുത്തത് എന്താ പറയുക, അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ചീട്ടിട്ട് കീഴെടുക്കുമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. അവൻ ദൈവത്താൽ റിജക്റ്റ് ചെയ്യപ്പെടുമെന്നല്ലേ, തള്ളപ്പെടുമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചതാ കാൽവരി ക്രൂശിലല്ലേ. അവൻ്റെ എല്ലുകളൊന്നും ഒടിക്കപ്പെടുകയില്ലെന്ന് അവിടെ മുന്നേ എഴുതി വെച്ചിരിക്കുക. അവൻ പണക്കാരനല്ല സമ്പന്നൻ്റെ കൂടെ, നല്ല വാക്കതാ, സമ്പന്നൻ്റെ കൂടെ കല്ലറ പങ്കിടുമെന്ന് അവൻ എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെ എത്രയോ ഏതാണ്ട് 300ഓളം പ്രവചനങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമുണ്ട്. യേശുവിനെ കുറിച്ച് മാത്രം ബൈബിളിൽ 900-ൽ മേൽ, ഏതാണ്ട് 1000-നടുത്ത് പ്രവചനങ്ങൾ മാത്രമുള്ള പുസ്തകമാണ് ഈ പുസ്തകം, നമ്മുടെ ബൈബിൾ. ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഒരു പ്രവചനം പോലും എഴുതിയിട്ടില്ല. കാരണം ഭാവി പറയാൻ കഴിയുന്നത് ആർക്കാ? നമ്മൾ പഠിച്ചതൊക്കെ വല്ലപ്പോഴെങ്കിലും ഓർക്കും നിങ്ങൾ. ഭാവി പറയാൻ കഴിയുന്നത് ഏക ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പുസ്തകത്തിൽ മാത്രം 1000-ഓളം പ്രവചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ 300-ഓളം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 300-ഓളം പ്രവചനങ്ങൾ നിവർത്തിച്ചുകരിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവരി ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ, അവൻ മരണത്തെ ജയിച്ചെഴുന്നേക്കുമെന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു പഴയ നിയമത്തിലൊക്കെ. ഇതൊക്കെ എഴുതി വെച്ചത് അവൻ തന്നെയാണ് സാക്ഷാൽ രക്ഷകൻ, നമ്മളെ വിടുവിക്കുവാനുള്ള സാക്ഷാൽ രക്ഷകൻ അവൻ മാത്രമെന്ന് അറിയാൻ വേണ്ടിയാ ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുമ്പോൾ കൃത്യമായി വരച്ച് പഠിപ്പിക്കാൻ നോക്കുക. ഞാൻ നിർത്തുകയാണ്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ, മക്കളിലൂടെ. അവസാനം യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. ഇതുപോലെ സംഭവിച്ച് പിന്നീട് നിങ്ങൾക്ക് നോട്ട്സ് വേണ്ടി പിന്നെ തരാം, ചോദിച്ചാൽ മതി. ഇതുപോലെ കാൽവരി ക്രൂശിൽ എല്ലാം നിവർത്തീകരിച്ച് കാൽവരി ക്രൂശിൽ യേശു മരിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പാട്ട് പാടാനുള്ള കയറിക്കോട്ടെ, പാട്ട് പാടാനുള്ളവരെ. കാൽവരി ക്രൂശിൽ നിങ്ങൾ പോയിട്ട് ക്രൂശിക്കപ്പെട്ട ശേഷം നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ലോകത്തിനറ്റത്തോളം എൻ്റെ സുവിശേഷം അറിയിക്കുക. നമുക്കൊരു എന്താ പറയുക, ഒരു കമാൻഡ്മെൻറ്റ്, ഏറ്റവും വലിയ കമാൻഡ്മെൻറ്റ് ദൈവം നമുക്ക് നൽകിയല്ലേ. നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ.